السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد. സൂറത്തുൽ ഫാത്തിഹയിലെ മാലികി യൗമിദ്ദീൻ എന്ന ആയത്തിനെ ആസ്പദമാക്കി അന്ത്യദിനത്തിന്റെ അധിപൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് അന്ത്യദിനത്തിൽ രക്ഷപ്പെടാൻ കാരണമാകുന്ന കാര്യങ്ങൾ സംസാരിക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും സാധുക്കളായ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകളും അവന്റെ മഹ്ളായ ഫദ്ല് കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ആരംഭിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം, എന്താണതിന് കാരണം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ മറുപടിയായി പണ്ഡിതന്മാര് പറഞ്ഞു, മനുഷ്യന് രണ്ട് അവസ്ഥകളാണ് ഉള്ളത്. ഒന്ന് സമാധാനത്തിന്റെയും വിജയത്തിന്റെയും അവസ്ഥ, ആരോഗ്യം, ഐശ്വര്യം, അങ്ങനെ ക്ഷേമം, അതെല്ലാം സമാധാനത്തിന്റെയും വിജയത്തിന്റെയും കാര്യങ്ങളായി നാം സാധാരണയായി പറയാറ്. മറ്റൊന്ന് വേദന, വിഷമം, ദാരിദ്ര്യം തുടങ്ങിയ വെറുക്കപ്പെടുന്ന വിഷയങ്ങൾ. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സമാധാനവും വിജയവും അതിവിടെ കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ കിട്ടാനും കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവനും ആ കാരണങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നവനും എല്ലാം അല്ലാഹു തന്നെ. അതുകൊണ്ട് എല്ലാ നന്മയുടെ പേരിലും സ്തുതിക്കപ്പെടേണ്ടവൻ അല്ലാഹു തന്നെ. ഒന്നുകിൽ അതുണ്ടാകുന്നത് മറ്റ് സൃഷ്ടികളിൽ നിന്ന് ആകാം. ഉദാഹരണത്തിന് നമ്മെ ഒരാൾ ആക്രമിക്കുന്നു, അതുകൊണ്ട് നമുക്ക് വേദനയായി. നമ്മുടെ സ്വത്ത് ഒരാൾ കട്ടുകൊണ്ടുപോകുന്നു, അതുകൊണ്ട് നാം ദരിദ്രരായി.
അങ്ങനെ മറ്റൊരാളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന വെറുക്കപ്പെടുന്ന വിഷയങ്ങൾ അല്ലേ? മറ്റൊന്ന് നമുക്കുണ്ടാകുന്ന അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന രോഗം തുടങ്ങിയ വിഷയങ്ങൾ. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ഉടനെ അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ള സമാധാനത്തിന്റെയും വിജയത്തിന്റെയും എല്ലാ കാര്യങ്ങളും സർവ അനുഗ്രഹങ്ങളും നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന് പഠിപ്പിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മയുടെ പേരിലും സ്തുതിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാണ് എന്ന് അതിന്റെ കാരണം ബോധ്യപ്പെടുത്തി. ഇനി ബോധ്യപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന മരണം, അതുപോലെ രോഗം തുടങ്ങിയ മുസീബത്തുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ പ്രതിഫലം തരുന്നവനാണ്. അതുകൊണ്ട് തന്നെ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു. നിങ്ങൾ വിഷമങ്ങളിലൊന്നും മനസ്സ് വേദനിക്കേണ്ടതില്ല. അതിനൊക്കെ നന്മ നിങ്ങൾക്ക് ലഭിക്കാനും നൽകാനും അതാ അന്ത്യദിനത്തിന്റെ അധിപനും ഉടമസ്ഥനുമായി അല്ലാഹു ഉണ്ട് എന്നത് അറിയിക്കുകയാണ് ഒന്ന്. മറ്റൊന്ന്, വേറെ ഏതെങ്കിലും മനുഷ്യനോ സൃഷ്ടിയോ നിങ്ങളെ ആക്രമിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് വേദനകളോ പ്രയാസങ്ങളോ ഉണ്ടായെങ്കിൽ അതിന് മുഴുവനും നടപടി സ്വീകരിക്കാൻ അധികാരമുള്ളവരും ഉടമസ്ഥനും അധിപനുമായ ആ രാജാവാണ് അല്ലാഹു തആല, മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തുകൊണ്ടും സ്തുതിക്കപ്പെടേണ്ടവൻ തന്നെ, സർവസ്തുതിയുടെയും അർഹൻ അവൻ തന്നെ. കാരണം ഈ ലോകത്ത് മാത്രം അല്ല, മരണത്തിന് ശേഷം പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെയും ഉടമസ്ഥനും അധിപനും അല്ലാഹുവാണ് എന്നത് നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ വളരെ ക്ലിയറായ ഏറ്റവും നല്ല ഘടനയിലാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. ഇനി എന്താണ് മാലികി യൗമിദ്ദീൻ എന്ന ആ വാക്കിന്റെ സാരം, ചുരുക്കസാരം? മാലികു യൗമിൽ ബഅസി വൽ ജസാ, പുനർജന്മത്തിന്റെയും ഉയിർത്തെഴുന്നേൽപ്പിന്റെയും പ്രതിഫലത്തിന്റെയും ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അങ്ങനെ ഒരു ദിവസം വേണ്ടേ? നമ്മുടെ ബുദ്ധി എന്ത് പറയുന്നു? ഈ ലോകത്ത് നമുക്ക് കാണാം, നല്ലത് ചെയ്യുന്നവർ ഉണ്ട്, നന്മ ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവരും ഉണ്ട്, സംശയം ഇല്ലല്ലോ. സാധുക്കളെ സഹായിക്കുന്നവർ ഉണ്ട്, സാധുക്കളെ പീഡിപ്പിക്കുന്നവർ ഉണ്ട്, നീതി കാണിക്കുന്നവർ ഉണ്ട്, അനീതി കാണിക്കുന്നവർ ഉണ്ട്, അഴിമതി നടത്തുന്നവർ ഉണ്ട്, അധ്വാനിച്ച് സേവനം ചെയ്യുന്നവർ ഉണ്ട്, അല്ലേ? അധ്വാനിച്ച് ജീവിക്കുന്നവരുണ്ട്, കട്ടെടുക്കുന്നവർ ഉണ്ട്. അങ്ങനെ ലോകത്ത് നന്മ ചെയ്യുന്നവരുണ്ട്, തിന്മ ചെയ്യുന്നവരുണ്ട്, അനുസരണമുള്ളവരുണ്ട്. എല്ലാം കൊടുത്ത പടച്ച റബ്ബിനെ അനുസരിച്ച് അവൻ അനുവദിച്ചത് മാത്രം കുടിക്കുന്നവരും തിന്നുന്നവരും ഉണ്ട്. അവന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് കിട്ടുന്നതെല്ലാം തിന്നുന്നവരും കുടിക്കുന്നവരും ഉണ്ട്. അല്ലാഹു കൊടുത്ത ശരീരവും മനസ്സും അവയവും സമ്പത്തും അല്ലാഹുവിനെ അനുസരിച്ച് അവൻ തീരുമാനിച്ചതിൽ, അവൻ കൽപ്പിച്ചതിൽ മാത്രം, അവൻ അനുവദിച്ചതിൽ മാത്രം ചെലവഴിക്കുന്നവർ ഉണ്ട്. അല്ലാഹു തആല വിരോധിച്ചതിൽ ചെലവഴിക്കുന്നവരും ഉണ്ട്, സംശയം ഇല്ലല്ലോ. അല്ലാഹുവിനോട്, അല്ലാഹു പഠിപ്പിക്കുന്ന ആശയങ്ങളോട് യോജിച്ചുകൊണ്ട് ജീവിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഉണ്ട്. അല്ലാഹുവും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചതിന് വിരുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും വെച്ച് പുലർത്തുന്നവൻ ഉണ്ട്. ഇങ്ങനെ കക്ഷികൾ രണ്ടു തരം ഉണ്ട് എന്നതിൽ ആർക്കും സംശയം ഇല്ല. ഇനി നമ്മൾ നോക്കുക, കടുത്ത അക്രമിയായ മനുഷ്യനെ ചിലപ്പോൾ അല്ലാഹു അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കുന്നു, അതുപോലെ ലോകരാഷ്ട്രത്തിന്റെ തലവന്മാരാക്കുന്നു.
യാതൊരു അക്രമവും ചെയ്യാത്ത വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിലും വിഷമത്തിലുമായി കുടുങ്ങി ചിലപ്പോൾ കടുത്ത ഭരണാധികാരികളുടെ അനീതിയിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെടുന്നു. അതുപോലെ യാതൊരു തെറ്റും അങ്ങോട്ട് ചെയ്യാതെ തന്നെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു ചിലർ, മറ്റു ചിലർ മർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വരുന്നവർക്ക് നമ്മൾ കാണുന്നു കടുത്ത തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല സാമ്പത്തിക ശേഷി, കടുത്ത തെറ്റ് ചെയ്യുന്നവന് അക്രമിക്ക് നല്ല ആരോഗ്യം, കടുത്ത തെറ്റ് ചെയ്യുന്ന മനുഷ്യന് ഭൂമിയിൽ നല്ല സന്തോഷം, നല്ല വീട്, നല്ല പറമ്പ്, നല്ല ബിൽഡിംഗ്, വലിയ മുതലാളി, പണക്കാരൻ, പ്രമാണി. ചിലപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മഹാന്മാർ വളരെ വിഷമത്തിലും രോഗത്തിലും ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും പ്രയാസത്തിലും ഒക്കെയായി അങ്ങനെയും കാണുന്നു. അജിബ്തു മിനർ റസ്ഖിൽ മുസീഅ ഇലാഹു ലിത്തർകി ബഅസ്സാലിഹീന ഫഖീറാ. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൊടുതി അത്ഭുതകരമല്ലേ അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾക്കെതിരെ തെറ്റ് ചെയ്യുന്നവൻ, ആ തെറ്റ് ചെയ്യുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ലോകത്ത് പല സ്ഥാനങ്ങളും മാനങ്ങളും ചിലപ്പോൾ കൊടുക്കുന്നു. അതേസമയം അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ സന്തോഷം കൊടുക്കും. അപ്പോഴെന്ത് വേണം ഇവിടെ? യഥാർത്ഥമായ പ്രതിഫലം കൊടുക്കാൻ ഈ ഭൗതികമായ ലോകം പോരാ, വേറൊരു ലോകം ഉണ്ടാകണം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ് എന്ന് പറയുന്നതിന് അർത്ഥം കുറയും. അല്ലേ? നിങ്ങൾ നോക്കൂ, അക്രമിക്കാൻ പറ്റുന്ന വിധത്തിൽ ആരോഗ്യം അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്നു, എന്നിട്ട് അവൻ അക്രമിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ അവൻ അക്രമിക്കുന്നത് അള്ളാഹ് അറിഞ്ഞില്ല എന്ന് വരണം. അങ്ങനെയാകാൻ സാധ്യതയില്ല, അള്ളാഹു അറിവുള്ളവനാണ്. അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന് അവന്റെ പേരിൽ നടപടിയെടുക്കാൻ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരണം. അള്ളാഹു ഒരിക്കലും കഴിവില്ലാത്തവൻ അല്ല. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ നടപടി സ്വീകരിക്കാൻ കഴിയും, അള്ളാഹു വിവരം അറിയും, പക്ഷെ അക്രമത്തെ അള്ളാഹു തആല അംഗീകരിച്ച് തൃപ്തിപ്പെടുന്നു എന്ന് വരണം. അതൊരിക്കലും അള്ളാഹു തആല തൃപ്തിപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അക്രമിയായ മനുഷ്യന് നടപടി സ്വീകരിക്കാൻ ഒരു ലോകം വേണം. ആ ലോകമാണ് യൗമുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു ജല്ല ജലാലുഹു, അവൻ നടപടി സ്വീകരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ലോകം, ആ ലോകമാണ് യൗമുദ്ദീൻ, യൗമുൽ ജസാ എന്ന് പറയുന്നത്. പ്രതിഫലം കൊടുക്കുന്ന ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്ന ദിവസം. ആ ദിവസത്തിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ. അതുകൊണ്ടാണ് ആമനൂ ബില്ലാഹി വറസൂലിഹി എന്ന് പറയുന്നത് പോലെ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി എന്ന് പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആനും ഹദീസും പറയുന്നത്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് ഈ ഭൂമിലോകത്ത് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ എന്താണ്? നിരപരാധിയെ വധിച്ചതിന് പകരം അദ്ദേഹത്തെ വധിക്കുക എന്നതാണ്. എന്നാൽ ഒരൊറ്റ മനുഷ്യൻ ഒരു ദിവസം 1,00,000 ആളുകളെ ഒരു വലിയ അണുബോംബ് വെച്ച് കൊന്നുകളഞ്ഞാലോ കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ പകരം കൊല്ലുക എന്നത് തന്നെയാണ്. അപ്പോൾ 99,000-ലധികം ആളുകൾ, 99,999 ആളുകളെ
കൊന്നതിന് ശിക്ഷ കൊടുക്കാൻ ഈ ഭൂമിയിൽ സാധ്യമല്ല. ഈ ഭൂമിയുടെ വ്യവസ്ഥ അതിന് അനുയോജ്യമല്ല. അപ്പോൾ ഒരു മനുഷ്യനെ കൊന്നവനും 1,00,000 മനുഷ്യനെ കൊന്നവനും ഒരുപോലെ ആയിക്കൂടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ പ്രകൃതിയും രൂപവും ശരിയായ രക്ഷയും ശിക്ഷയും കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഘടനയല്ല. അതിനൊരു മറ്റൊരു ലോകമുണ്ടായേ പറ്റൂ. ഇനി സഹോദരന്മാരെ, നിങ്ങൾ നമ്മുടെ കീഴ്വഴക്കമൊന്ന് ചിന്തിക്കൂ. നാം ഒരു ചെറിയ കുട്ടിയായി ഉമ്മയുടെ വയറ്റിൽ, അമ്മയുടെ വയറ്റിൽ മനുഷ്യൻ കഴിഞ്ഞുകൂടിയില്ലേ? എത്രയാണ് കഴിഞ്ഞുകൂടിയിട്ടുള്ളത്? ഒരു മനുഷ്യൻ കഴിഞ്ഞുകൂടിയത് 9 മാസവും ചില്ലറ ദിവസങ്ങളുമാണ്. ആ സ്ഥലത്ത് കഴിഞ്ഞുകൂടുമ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇനി ഒരു വലിയ വിശാലമായ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. മറിച്ച് ഇവിടെ വന്നപ്പോഴല്ലേ ഈ വിശാലമായ ഭൂമിയും വിശാലമായ സ്ഥലങ്ങളും ആ മനുഷ്യൻ കാണുന്നത്. വയറ്റിൽ വെച്ചവൻ ആ വിവരം അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ 9 മാസവും കുറച്ച് ദിവസവും ഒരു കുടുങ്ങിയ സ്ഥലത്ത് കഴിച്ചുകൂടിയ നാം വിശാലമായ ലോകത്ത് വന്ന് കുറച്ച് കൊല്ലങ്ങൾ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടുന്നും നമ്മൾ പോകുന്നുണ്ട് എന്നത് ഉറപ്പാണല്ലോ. കാരണം നമ്മുടെ മുൻഗാമികൾ ആരെയും ഇവിടെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് പോയാൽ ഇനി ഇതിനേക്കാൾ വിശാലമായൊരു ലോകത്ത്, വിശാലമായൊരു സ്ഥലത്ത് നമുക്ക് നിൽക്കാനും ജീവിക്കാനും ഉണ്ടെന്ന് തന്നെയല്ലേ നമ്മുടെ കീഴ്വഴക്കം നമ്മെ അറിയിക്കുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഒരു യുക്തിവാദി ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ്? മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെങ്കിൽ പോയവരാരും ഇതുവരെ കത്തയച്ചിട്ടില്ലല്ലോ, പോയവരാരും ടെലിഫോൺ ചെയ്തിട്ടില്ലല്ലോ, പോയവരാരും വിവരം അറിയിച്ചിട്ടില്ലല്ലോ. അവനോട് ചോദിക്കട്ടെ, നീ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം നീ നേരത്തെ ജീവിച്ച വയറ്റിലേക്ക് കത്തയച്ചിട്ടുണ്ടോ? ഉമ്മാന്റെ വയറ്റിലേക്ക് ടെലിഫോൺ ചെയ്തിട്ടുണ്ടോ? നീ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ വന്ന സ്ഥലത്തേക്ക് നീ വല്ലപ്പോഴും ടെലിഫോൺ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ അവിടേക്ക് കത്തയച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ മരിച്ചുപോയവരിങ്ങോട്ട് കത്തയച്ചില്ല എന്ന കാരണം കൊണ്ട്, മരിച്ചുപോയവരിങ്ങോട്ട് ടെലിഫോൺ ചെയ്തില്ല എന്ന കാരണം കൊണ്ട് അങ്ങനെ ഒരു ജീവിതം ഇല്ലെന്ന് പറയാൻ മനുഷ്യന്റെ ബുദ്ധി സമ്മതിക്കുമോ? മനുഷ്യന്റെ ബുദ്ധി അറിയിക്കുന്നത് എന്താണ്? അക്രമിച്ചവനും അക്രമിക്കപ്പെട്ടവനും ഒരുപോലെയാകുന്നത് നീതിയോട് അനുയോജ്യമാണോ സഹോദരന്മാരെ? ഇനി ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ഭൂമി ലോകത്ത് യുക്തിവാദിയെ സംബന്ധിച്ചിപ്പോൾ ഞാൻ പറയുന്നില്ല. ലോകത്ത് ഏറ്റവും ബുദ്ധിയില്ലാത്തവനാണ് യുക്തിവാദി എന്ന് പറയുന്നത്. ഏറ്റവും ബുദ്ധിയില്ലാത്തവൻ യുക്തിവാദി എന്ന് പറയും. യുക്തി എന്ന പേര് കാണുന്നത് കൊണ്ട് യുക്തി ഉണ്ടായിക്കൊള്ളണമെന്ന യുക്തി വാദിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. യുക്തി ഇല്ലാത്തതുകൊണ്ടാണല്ലോ വാദിക്കലായത്. യുക്തി എന്നത് തീരെ ഇല്ലാത്തവനാണല്ലോ യുക്തിവാദി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യുക്തിവാദി പ്രസംഗിക്കുന്നതിന് എന്തർത്ഥമാണ്? കാരണം യുക്തിവാദം എന്ന് പറഞ്ഞാൽ തന്നെ അവനവന്റെ യുക്തിക്ക് തോന്നുന്നത് സ്വീകരിക്കുക എന്നാണല്ലോ. പിന്നെ അവൻ മറ്റൊരാളോട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവന്റെ യുക്തി പോലെ അവനങ്ങ് നടന്നോളുമല്ലോ. യുക്തിവാദി എന്തിനാണ് മാസിക ഇറക്കുന്നത്, എന്തിനാണ് പുസ്തകം ഇറക്കുന്നത്? കാരണം അവനവന്റെ യുക്തി അനുസരിച്ച് ജീവിക്കണമെന്നല്ലേ. പിന്നെ ഇവന്റെ യുക്തിയിൽ തോന്നിയത് മറ്റവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എഴുതി അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു യുക്തിവാദി കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അയാൾ എന്താ പറയുന്നതെന്നറിയാമോ? അയാൾ പറയുന്നത്, ചില ആളുകൾ അവരെ ആശയം മാത്രം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു, അതെന്തായാലും ശരിയല്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അത് ഇയാൾ ആശയമാണല്ലോ, അയാൾ ആശയം മാത്രമാണ് ശരി, അയാളും വിചാരിക്കാൻ പാടില്ലല്ലോ. ഏത് ഒരാള് അവനവന്റെ ആശയം മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നാ ഇയാൾ പറയുന്നത്. അതിപ്പറയുന്നവന്റെ ആശയമല്ലേ അത് മാത്രമാണ് ശരി എന്ന് അവനും വിചാരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ലോകത്ത് ഏറ്റവും ബുദ്ധിയില്ലാത്തവനാണ് യുക്തിവാദി. ആ യുക്തിവാദി മരണശേഷമുള്ള ജീവിതം നിഷേധിക്കുന്നത് നീതിയെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്, വസ്തുതകളെ കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാണ്, ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല, നമുക്ക് ഒരുപാട് പറയാനുണ്ടല്ലോ.
മാലികി യൗമിദ്ദീൻ. പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അവന്റെ നയം എന്താണ്? അവന്റെ നയം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഒരണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, അതിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതായി കാണാൻ കഴിയും. ഒരണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടോ, അതും അവന് കാണാൻ കഴിയും. ഈ രൂപത്തിലാണല്ലോ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ നിയമവ്യവസ്ഥ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരു മനുഷ്യനെ പാരത്രിക ലോകത്ത് കൊണ്ടുപോയി അല്ലാഹു തആല അതാ ചോദ്യം ചെയ്യുന്നു. പാരത്രിക ലോകത്ത് നിന്ന് ചോദ്യം ചെയ്യുന്നു. ഈ ഭൂമി ലോകത്തുള്ള വ്യവസ്ഥയല്ലല്ലോ റബ്ബിന്റേത് പാരത്രിക ലോകത്ത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അവൻ റഹ്മാനാണ്, ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നവനാണ്. അവിടെ നന്മയും തിന്മയും ചെയ്യുന്നവൻ എന്ന വേർതിരിവില്ലാതെ കൊടുക്കുന്നവനാണ്. എന്നാൽ പാരത്രിക ലോകം അങ്ങനെയല്ല. അതിന്റെ പുറമേ ഞാൻ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ചല്ലോ, ചിലപ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ധാരാളം ആളുകൾ ഇവിടെ ചിലപ്പോൾ വിഷമത്തിലാണ്. അജിബ്തു മിനർ റസ്ഖിൽ മുസീഅ ഇലാഹുഹു വലിത്തർകി ബഅസ്സാലിഹീന ഫഖീറാ. അതേ, തെറ്റ് ചെയ്തു പോയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ അല്ലാഹു ജല്ല ജലാലുഹു പലതും കൊടുക്കുകയും പലപ്പോഴും വളരെ പാവപ്പെട്ട ആളുകളായി സജ്ജനങ്ങളെ അല്ലാഹു ഒഴിച്ചിടുകയും ചെയ്യുന്നത് ഇവിടെ നാം കാണുന്നുണ്ടല്ലോ. എന്നാൽ പാരത്രിക ലോകത്തിന്റെ വ്യവസ്ഥ അങ്ങനെയല്ല. ആരെന്ത് നല്ലത് ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രതിഫലം അവനവിടെ കാണുകയാണ്. തെറ്റ് ചെയ്തവൻ അതിനെ സംബന്ധിച്ച് അവിടെ അവൻ അനുഭവിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കുക, ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, അർഹമുർ റഹീമീനായ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയോട് അല്ലാഹു ജല്ല ജലാലുഹു അവനോട് അതാ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തതായി ഓർമ്മയിലുണ്ടോ? അദ്ദേഹത്തിന് ഒരു നന്മയും ചെയ്തതായി ഓർമ്മയിലില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് റബ്ബിന്റെ അടുക്കൽ ഹാജരാക്കപ്പെട്ടത്. ഞാൻ ഒരു നന്മയും ചെയ്തതായി ഓർമ്മിക്കുന്നില്ലല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, നിനക്കൊരമലുണ്ട്, ആ അമല് കാരണത്താൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കടത്തുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമല് കാരണത്താൽ സ്വർഗത്തിൽ കടത്തുന്നു എന്ന് പറഞ്ഞാൽ അവകാശമല്ല, മറിച്ച് അമലിനെ അല്ലാഹു ഒരു കാരണമായി വെച്ചുകൊടുത്തിട്ട് അവന്റെ ഔദാര്യം കൊണ്ട് കടത്തുകയാണ്. അദ്ദേഹം പറയുന്നു, മാതാ അമിൽതു, അല്ലാഹുവേ ഞാൻ എന്താണ് അമൽ ചെയ്തത്? അല്ലാഹു പറയുന്നു, നിനക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ ഓർമ്മ തെറ്റ് വരാത്തവനാണ്. ഞാൻ അങ്ങനെ മറന്നു പോകുന്നവനല്ല, ഞാൻ ഉറക്കമുള്ളവനല്ല. നീ ഒരു ദിവസം ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിഞ്ഞും മറിഞ്ഞും ഉറക്കിൽ കിടക്കുമ്പോൾ അതിനിടക്ക് നീ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറക്കിന്റെ ഇടയിൽ പറഞ്ഞത് നീ മറന്നും പോയിട്ടുണ്ട്. പക്ഷേ അമ്മാ അന ഫലാ തഖുദ്നി സിനത്തുൻ വലാ നൗം, എനിക്ക് ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കുകയില്ല, ഞാനൊന്നും മറന്നു പോവുകയില്ല. അതുകൊണ്ട് നീ മറന്നെങ്കിലും നീ അല്ലാഹ് എന്ന വാചകം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നിനക്ക് ഞാൻ പ്രതിഫലം നൽകുന്നു. മറ്റൊരു മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കപ്പെടുന്നു. തൂക്കി നോക്കുമ്പോൾ തിന്മയാണ് കൂടുതൽ. അല്ലാഹു ജല്ല ജലാലുഹു അതാ കൽപ്പിക്കുന്നു, അതാ അവന് മുന്നിൽ വെക്കാൻ വേണ്ടി ഒരു ചെറിയ ബിത്താക്ക, ഒരു കാർഡ് കൊണ്ടുവരുന്നു. ആ കാർഡ് കൊണ്ടുവന്ന് മീസാനിൽ വെക്കുമ്പോൾ അവന്റെ നന്മയുടെ ത്രാസത വലിയ തൂക്കം കിട്ടുന്നു. നോക്കുമ്പോൾ എന്താണത്? അദ്ദേഹം ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ ദിക്റാണ് കേട്ടോ. സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു ഒന്നും തന്നെ ആർക്കും നഷ്ടപ്പെടുത്തുന്നില്ല. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അടിമയുടെ ഒരു നിലക്കും ഒരു വിധത്തിലും ഒരക്രമവും അല്ലാഹു ചെയ്യുന്നവനല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന നാം
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ തെറ്റുകളിൽ നിന്നും ശ്രദ്ധയുള്ളവരാകണം. ഉറപ്പല്ലേ? കുടിക്കാൻ വെള്ളവും, ഭക്ഷിക്കാൻ ഭക്ഷണവും, ശ്വസിക്കാൻ ഓക്സിജനും, അതേ ആരോഗ്യവും, കണ്ണും കാതും മൂക്കും നാക്കും കാലും കൈയും എല്ലാം തന്ന രാജാവുണ്ടല്ലോ, എല്ലാം നമുക്ക് അധീനപ്പെടുത്തി തന്ന രാജാവുണ്ടല്ലോ. ആ രാജാവ് ഒരു കാര്യം കൽപ്പിച്ചിട്ട് സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞാൽ ധിക്കാരമല്ലേ, നന്ദികേടല്ലേ? അവൻ വിരോധിച്ചത് ചെയ്തു എന്ന് പറഞ്ഞാൽ നന്ദികേടല്ലേ, ധിക്കാരമല്ലേ? ഒരു വിസ തന്ന മനുഷ്യന് നന്ദികേട് കാണിച്ചാൽ നിങ്ങൾ എല്ലാവരും കുറ്റം പറയുന്നില്ലേ? നിങ്ങൾക്ക് അതാ കുറച്ചു ദിവസം നിങ്ങളെ പോറ്റി വളർത്തിയ ഒരാൾക്കെതിരെ നിങ്ങൾ നീങ്ങിയാൽ എല്ലാവരും കുറ്റം പറയുന്നില്ലേ? പഠിപ്പിച്ച ഗുരുനാഥനെതിരെ നീങ്ങിയാൽ കുറ്റം പറയുന്നില്ലേ? ബാപ്പക്കും ഉമ്മക്കും എതിരെ നീങ്ങിയാൽ കുറ്റം പറയുന്നില്ലേ? ചെലവിന് തരുന്ന ഭർത്താവിനെതിരെ നീങ്ങിയാൽ കുറ്റം പറയുന്നില്ലേ? എന്നാൽ എല്ലാം തരുന്ന രാജാവിന്റെ കൽപ്പന ധിക്കരിക്കുന്നവൻ, എല്ലാം നൽകുന്ന രാജാവ് വിരോധിച്ചത് ചെയ്യുന്നവൻ നന്ദി കെട്ടവനല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹു ജല്ല ജലാലുഹു അവനാ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അർ-റഹ്മാനിർ റഹീം, അവൻ വല്ലാത്ത വിശാലമായ കാരുണ്യമുള്ളവരും മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകം കാരുണ്യമുള്ളവരുമാണ്. അതവൻ ആവർത്തിച്ച് അവന്റെ ഖുർആനിൽ സാധുക്കളായ നമ്മൾ അമിതമായി ഭയപ്പെട്ട് പഴച്ചു പോകാതെ പടച്ചവന്റെ കാരുണ്യത്തിൽ നമ്മുടെ പ്രതീക്ഷ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി അവനെ കാര്യം പറയുമ്പോഴൊക്കെയും അത് സൂചിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദതി ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹ് റഹ്മാനും റഹീമുമാണെന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് പിന്നെ പറയുന്നു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ അൽ മലികു, അവൻ അതാ എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്. അവൻ എല്ലാ രാജാക്കന്മാർക്കും രാജാവാണെന്ന് പറയുന്നതിന് മുമ്പ് അവൻ റഹ്മാനും റഹീമുമാണെന്ന് പറഞ്ഞ് അവൻ വലിയ കാരുണ്യം ചെയ്യുന്നവനാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ അൽ മുൽക്കു യൗമൈദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, ആ ദിവസത്തിൽ ശരിയായ അധികാരം അല്ലാഹുവിനാണെന്ന് പറയുന്ന സ്ഥലത്ത് ലിർറഹ്മാൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? റഹ്മാനായ അല്ലാഹുവിനാണ്. അവൻ വിശാലമായ കാരുണ്യമുള്ളവനാണ്. റബ്ബ് അതുപോലെ മലിക്ക്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ജനങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞില്ലേ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്, ജനങ്ങളുടെ അധിപനുമാണ് അല്ലാഹു ജല്ല ജലാലുഹു. ഇങ്ങനെ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്ന സ്ഥലത്ത് റബ്ബാണെന്ന് പറഞ്ഞിട്ട് അവൻ പോറ്റി വളർത്തുന്ന രാജാവാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കാരുണ്യത്തിലേക്ക് ആദ്യം സൂചിപ്പിച്ചതിന് ശേഷമാണ് അവൻ അധിപനാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ശേഷം അവൻ കാരുണ്യം ചെയ്യുന്നവനാണെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് അവൻ അധിപനാണെന്ന് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന പാവപ്പെട്ട അടിമകളാണ് നാം. നമുക്ക് ഏറ്റവും കാരുണ്യം ചെയ്യുന്ന രാജാവ്, ഏറ്റവും കാരുണ്യം ചെയ്യുന്ന അർഹമുർ റഹീമീൻ അല്ലാഹു തന്നെ. ആ സ്നേഹം മനസ്സിൽ വെച്ച് ചിന്തിക്കൂ മനുഷ്യ. നീ ഒരു കാര്യം ഓർക്കണം, അതുകൊണ്ട് തന്നെ പടച്ചവനോട് ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹു ജല്ല ജലാലുഹു മനസ്സറിഞ്ഞ് മാപ്പ് പറയുമ്പോൾ പുറത്തു തരാൻ സാധ്യതയുണ്ട്, നമ്മെ നന്നാക്കാൻ സാധ്യതയുണ്ട്, അനുഗ്രഹത്തിന്റെ വഴികളുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് മനുഷ്യനോട് ചെയ്യുന്ന തെറ്റാണ് കേട്ടോ, സൃഷ്ടികളോട് ചെയ്യുന്ന തെറ്റാണ് കേട്ടോ. കാരണം സൃഷ്ടികളോട് ചെയ്യുന്ന തെറ്റ് അല്ലാഹു മാപ്പ് തരില്ല, അതിന് സൃഷ്ടികൾ മാപ്പ് തരിക തന്നെ വേണം. അതുകൊണ്ട് തന്നെ മനുഷ്യ നീ ഏറ്റവും ചിന്തിക്കേണ്ടത്, വേറൊരു മനുഷ്യനെ നീ ആക്രമിക്കരുത്, മറ്റൊരാളുടേത് കട്ടെടുക്കരുത്, വേറെ ഒരാളെ മർദ്ദിക്കരുത്, മറ്റൊരാളെ ഗീബത്ത് പറയരുത്, വേറെ ഒരാളെ പറഞ്ഞ് ഏഷണി പറഞ്ഞ് തെറ്റിക്കരുത്, മറ്റൊരാളെ സംബന്ധിച്ച് ചീത്ത പറയരുത്, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്, ആരെയും നീ ജീവിതത്തിൽ കുറവാക്കരുത്, ആരെയും നീ ആക്രമിക്കരുത്.
പരിശ്രമിക്കരുത്. എവിടെയും ചിന്തിക്കേണ്ടത് മറ്റൊരുത്തൻ്റേത് നീ കൈവശപ്പെടുത്തരുത്. നീ അല്ലാഹുവിനോട് ചെയ്യുന്ന തെറ്റിനേക്കാൾ എത്രയോ ഗൗരവം കൂടുതലുള്ളത് പടച്ചവന്റെ സൃഷ്ടികളോട് ചെയ്യുന്ന തെറ്റിനാണ്. കാരണം അത് അല്ലാഹുവിനെ പോലെ ജനങ്ങൾ മാപ്പ് കൊടുക്കുന്നവരല്ല, അവര് റഹ്മാനല്ല. അല്ലാഹുവിനെ പോലെ വിശാലമായ കാരുണ്യം മനുഷ്യനുണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരോട് തെറ്റ് ചെയ്യാതെ എപ്പോഴും ജീവിതം ശുദ്ധീകരിക്കാൻ കൂടുതൽ പരിശ്രമിക്കണമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രത്യേകം വിവരിക്കുന്നു. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ഒരു മജൂസിയായ മനുഷ്യൻ, ഒരു ആഗ്നേയനായ മനുഷ്യൻ, തീയിനെ ആരാധിക്കുന്ന മനുഷ്യൻ ഒരു സംഖ്യ കടം കൊടുക്കാനുണ്ട്. അദ്ദേഹം മുസ്ലിമല്ലാത്ത കടം കൊടുത്തിരിക്കുകയാണ്. ആര്? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, ഇസ്ലാം വർഗീയതയുടെ മതമല്ല, സൗഹാർദ്ദത്തിന്റെ മതമാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു തീയിനെ ആരാധിക്കുന്ന മജൂസിക്ക് കടം കൊടുത്തിരിക്കുകയാണ്, സംഖ്യ കൊടുത്തിരിക്കുകയാണ്. മഹാനവറുകൾ ആ സംഖ്യ അവൻ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവന്റെ വീട്ടിലെടുക്കോളം നടന്നുപോയി. ആ മജൂസിയോട് സംഖ്യ വാങ്ങാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ സമീപത്തെത്തിയപ്പോ മജൂസി പണം കൊടുക്കാറുണ്ട്, അത് വാങ്ങാൻ പോയതാണ്. മജൂസിയുടെ വീട്ടിന്റെ സമീപത്തെത്തിയപ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പിന്റെ ചുവടെ ഒരു നജസിൽ ചവിട്ടിപ്പോയി. ഒരു മാലിന്യത്തിൽ ചവിട്ടിപ്പോയി. ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ ഈ ചെരുപ്പ് ഒന്ന് കുടഞ്ഞു കാലിൽ. കുടഞ്ഞപ്പോൾ ഈ ചെരുപ്പിന്റെ മേലെ ഒട്ടി നിൽക്കുന്ന നജസ് ഈ മജൂസിയുടെ മതിലിന്റെ മേലെ പോയി തെറിച്ചു. കാലിന്റെ മേലെ ആയ നജസ് കുടഞ്ഞപ്പോ നജസ് പോയി തെറിച്ചത് ഈ തീയിനെ ആരാധിക്കുന്ന മനുഷ്യന്റെ മതിലിന്റെ മേലെയായി പോയി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വല്ലാതെ ബേജാറായി. ബഹുമാനപ്പെട്ടവരെ, ബേജാർ എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഈ എന്റെ കാലുകൊണ്ട് കുടഞ്ഞിട്ട് തെറിച്ച നജസ് ഈ മതിലിന്റെ മേലെ തന്നെ നിർത്തിയാൽ ആ മനുഷ്യന്റെ മതില് ചീത്തയാക്കിയ വകയിൽ ഞാൻ കുറ്റക്കാരനാകുമല്ലോ. എന്നാൽ അതങ്ങ് പരണ്ടിക്കളഞ്ഞാലോ? അത് പരണ്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മതിലിന്റെ പെയിന്റ് നീങ്ങിപ്പോയാൽ ഞാൻ കുറ്റക്കാരൻ തന്നെയാണല്ലോ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പേടിച്ച് വിറക്കുകയാണ്. ഈമാനുള്ളവർക്ക്, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് എന്റെ ഓരോ ചലനങ്ങളും പടച്ചവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ചിന്തയുള്ളവർക്ക് ചെറിയ കാര്യങ്ങളില്ല കേട്ടോ, എല്ലാം വലുതു തന്നെ. ബഹുമാനപ്പെട്ടവർ മജൂസിയുടെ വാതിലിന് പോയി മുട്ടുകയാണ്. മജൂസിയുടെ അടിമപ്പെണ്ണ്, വെള്ളാട്ടിപ്പെണ്ണ് ഇറങ്ങി വന്ന് ചോദിക്കുന്നു. അതേ വന്നപ്പോൾ അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, അബൂ ഹനീഫയുണ്ട് ഇവിടെ ഗേറ്റിങ്കിൽ നിൽക്കുന്നു എന്ന് പറയൂ. അദ്ദേഹത്തോട് പോയി വെള്ളാട്ടിപ്പെണ്ണ് പറഞ്ഞപ്പോ മജൂസി വലിയ ബേജാറിലാണ്. കാരണം പണം കൊടുക്കാനുള്ള ആള്, കിട്ടാനുള്ള ആള് വന്നിരിക്കുകയാണ്. ഞാൻ കൊടുക്കാനുള്ളവനാണ്, എന്റെ കടം കൊടുക്കാനുള്ള മുതലാളി വന്നിരിക്കുകയാണ്. അവധി കഴിഞ്ഞു പോയതുമാണ്. വലിയ ബേജാറോടുകൂടി മജൂസി വീട്ടിൽ നിന്നിറങ്ങി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് വരികയാണ്. അവിടെ വലിയ കള്ളനായിട്ടില്ല കേട്ടോ അയാള്. വലിയ കള്ളനാണെങ്കിൽ അയാൾ ഇവിടെ ഇല്ല എന്ന് പറയാൻ, പച്ചക്കള്ളം പറയാൻ ഈ അടിമപ്പെണ്ണിനോട് പറയുമായിരുന്നു. പക്ഷേ മജൂസിയാണെങ്കിലും അതേ മാന്യത കാണിച്ച മജൂസിയാണ് കേട്ടോ. ചില മനുഷ്യന്മാരില്ലേ, കടം കൊടുക്കാനുള്ള മനുഷ്യൻ വന്ന് വാതിലിന് മുട്ടിയാൽ, ബെല്ലടിച്ചാൽ ഞാനിവിടെ ഇല്ല എന്ന് പോയി മറുപടി പറയാൻ കുട്ടികളോടും പണിക്കാരോടും ഭാര്യയോടും കൽപ്പിക്കുന്ന എത്രയോ ഈമാനില്ലാത്ത മനുഷ്യന്മാരില്ലേ. എന്നാൽ ഈ മജൂസി മാന്യനാണ് കേട്ടോ. അദ്ദേഹം അങ്ങനെ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന ബേജാറോടെ വരികയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട്
അതാ കാരണം പറയുകയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഉടൻ തന്നെ തരാം, എന്നെ പെട്ടെന്ന് കിട്ടാഞ്ഞിട്ടാണ് എന്നിങ്ങനെ കാരണം ബോധിപ്പിക്കുകയാണ്. അപ്പൊ അബൂ ഹനീഫ തങ്ങളെ മറുപടി ഹാഹുനാ മാഹുവ ഔലാ, നിങ്ങളെ കടത്തിന്റെ അവിടെ നിൽക്കട്ടെ, അതിനേക്കാളും വലിയ സംഗതിയുണ്ട് ഇവിടെ, അതിനേക്കാൾ വലിയ കാര്യമുണ്ടിവിടെ. എന്താണ്? മജൂസി ചോദിക്കുന്നു. മജൂസിക്ക് കാണിച്ചു കൊടുക്കുന്നു, നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ എന്നോട് നജസ് ചവിട്ടിപ്പോയി, ആ നജസ് ചവിട്ടിപ്പോയ ചെരുപ്പ് ഞാൻ കാല് കുടഞ്ഞപ്പോൾ നിങ്ങളെ മതിലിന്റെ മേലെ നജസ് പോയി ഒട്ടിപ്പിടിച്ചു പോയി. ഇനി അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ശുദ്ധീകരിക്കാനുള്ള വഴി എന്താണെന്ന് അറിയുന്നില്ല. സഹോദരന്മാരെ, തൊഹൂറായ വെള്ളം കൊണ്ട് പെട്ടെന്ന് ശുദ്ധിയാകുമെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്താ പറഞ്ഞത് മനസ്സിലായോ? സ്വന്തത്തിൽ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമല്ലേ തൊഹൂറായ വെള്ളം. വളഞ്ഞ വടിക്കുണ്ടോ നേരെയുള്ള നിഴലുണ്ടാകുന്നു. മുത്തനജിസായ വെള്ളം കൊണ്ട് കഴുകിയാലുണ്ടോ വൃത്തിയാകുന്നു. ആ നല്ല വെള്ളം കൊണ്ടല്ലേ കഴുകല്. ഇതെന്തിനാ പറഞ്ഞത്? ഈ മതിൽ വൃത്തിയാക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഈ മതിൽ എങ്ങനെയാ വൃത്തിയാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളെ മതിലിന്റെ മേലെ എന്റെ കാല് കുടഞ്ഞിട്ട് ചെരുപ്പ് കുടഞ്ഞിട്ട് നജസ് തെറിച്ചല്ലോ. എന്റെ കടത്തിന്റെ പ്രശ്നം എനിക്കിപ്പം പ്രശ്നമല്ല, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഈ മജൂസി പറയുകയാണ്, എന്റെ മതിൽ ശുദ്ധീകരിക്കുന്നത് അവിടെ നിൽക്കട്ടെ, ഞാൻ ആദ്യം എന്റെ മനസ്സും എന്റെ ശരീരവും ഞാനൊന്ന് ശുദ്ധീകരിക്കട്ടെ. നിങ്ങളെ മനസ്സിന്റെ ഒരു ശുദ്ധിയല്ലേ ഇത്? ഈ ശുദ്ധി നിങ്ങൾക്ക് കിട്ടിയത് ഈമാന് കൊണ്ടല്ലേ, ഇസ്ലാം കൊണ്ടല്ലേ, ഹിദായത്ത് കൊണ്ടല്ലേ? ഈ നിലക്ക് മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഞാനും ഇതാ മെമ്പറായി ചേരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉടനെ തന്നെ ആ മജൂസി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മളെ വിചാരം എന്താണ്? നമുക്ക് പ്രസംഗിച്ച് ജനങ്ങളെ അങ്ങ് നന്നാക്കി കളയാമെന്നാണ്, അല്ലെങ്കിൽ എഴുതിയിട്ടങ്ങ് നന്നാക്കി കളയാമെന്നാണ്, അല്ലെങ്കിൽ കുറെ കാഴ്ച കാണിച്ചു കൊടുത്തിട്ട് കുറെ ആളെ ഇസ്ലാമിൽ കൊണ്ടുവരാമെന്നാണ്. മോനെ, മനസ്സ് നന്നാക്കാതെ, ആത്മീയ ശുദ്ധിയില്ലാതെ ഈ സമൂഹത്തെ, ഒരു സമൂഹത്തെയും നന്നാക്കാൻ കഴിയില്ല കേട്ടോ. ഇതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയില്ലേ, ഇന്ത്യ രാജ്യത്ത് ഇന്ന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങളില്ലേ? എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ വന്നത്? അന്ന് സമ്മേളനം കഴിച്ചിട്ടല്ലല്ലോ, യോഗം ചേർന്നിട്ടല്ലല്ലോ, പ്രസംഗിച്ചിട്ടല്ലല്ലോ, എഴുതിയിട്ടല്ലല്ലോ. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം ചെയ്തോളൂ, സറയിൽ തെറ്റില്ലാത്തതെല്ലാം ചെയ്തോളൂ. പക്ഷേ ഏറ്റവും ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് ആ വന്ന മനുഷ്യന്മാരുടെ ആത്മീയ ശുദ്ധിയല്ലേ, അവരെ സൽസ്വഭാവമല്ലേ, അവരുടെ നാവിന്റെ ശുദ്ധിയല്ലേ, മനസ്സിന്റെ ശുദ്ധിയല്ലേ, കൈയിന്റെയും കാലിന്റെയും ശുദ്ധിയല്ലേ? അവരൊരു ഹറാമിലേക്ക് നോക്കുന്നില്ല. അതേ, അവരൊരു ഹറാമിലേക്ക് നോക്കുന്നില്ല. ജ്യേഷ്ഠന്റെ ഭാര്യയിലേക്ക് അവർ നോക്കുന്നില്ല, അനുജന്റെ ഭാര്യയിലേക്ക് നോക്കുന്നില്ല. അതേ അതെ അതുപോലെ ഭാര്യയുടെ അനുജത്തിയുടെ മുഖത്തവര് നോക്കുന്നില്ല, ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മുഖത്തവര് നോക്കുന്നില്ല. അവരൊരാളെ ഹക്കും കൈവശപ്പെടുത്തുന്നില്ല. അവരാരും തന്നെ കള്ള് കുടിക്കുന്നില്ല, അവരാരും തന്നെ നിസ്കാരം വിട്ടുപോകുന്നില്ല, അവരാരും തന്നെ കള്ളം പറയുന്നില്ല, അവരാരും തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം ചീത്ത പറയുന്നില്ല, അവരാരും തന്നെ സംഘടനാ സങ്കുചിത്വം കാണിച്ചിട്ട് ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നില്ല, തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി കുറ്റം പറയുന്നില്ല, അവരാരും തന്നെ വലിയവരെ അവഗണിക്കുന്നില്ല, അവരാരും തന്നെ കുട്ടികളെ അവമതിക്കുന്നില്ല, അവരാരും തന്നെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നില്ല. മറിച്ച് സത്യത്തിലേക്ക്, നന്മയിലേക്ക്, അതേ ആത്മീയതയിലേക്ക്, സംസ്കരണത്തിലേക്ക് അവർ ക്ഷണിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സും പരിപൂർണമായി ശുദ്ധിയുള്ളത് തന്നെ.
അല്ല പൊരുത്തപ്പെടാത്ത ഒന്നും എന്റെ കയ്യിൽ വരരുതെന്നവർക്ക് നിർബന്ധമാണ്. ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അത് പൊരുത്തപ്പെടണം എന്നവർക്ക് നിർബന്ധമാണ്. അതല്ലേ മജൂസിയുടെ ചുമരിന്റെ മേലെ നജസ് തെറിച്ചപ്പോൾ ബേജാറ് തന്നെ. അതല്ലേ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അവരല്ലേ പടച്ച റബ്ബിന്റെ ഔലിയാക്കൾ, അവരല്ലേ മുൻഗാമികളായ ഇമാമിങ്ങൾ, അവരല്ലേ ഇസ്ലാം മതം പ്രചരിപ്പിച്ചവർ. അവരെ കണ്ടിട്ടല്ലേ, അവരുടെ ആത്മീയത കണ്ടിട്ടല്ലേ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഒഴുകി വന്നത്. സഹോദരന്മാരെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു സംസാരിക്കുന്നില്ല. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാൾ മറ്റൊരു സൃഷ്ടിയുമായുള്ള മനുഷ്യന്റെ കടപ്പാടുകളാണ്. അത് അല്ലാഹു പൊറുക്കുന്നതല്ലല്ലോ, അത് സൃഷ്ടികൾ തന്നെ പൊറുക്കേണ്ടതുണ്ടല്ലോ. ഇനി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അധിപനാണെന്ന് പറഞ്ഞില്ലേ? മാലിക് യൗമുദ്ദീൻ എന്ന സ്ഥലത്ത് രണ്ട് നിലക്കുള്ള ഓത്തുണ്ട്. ഒന്ന് മലിക് യൗമുദ്ദീൻ എന്നാണ്. അങ്ങനെ ഓതിയാലും തെറ്റല്ല, അതും ശരിയായ ഓത്താണ്. മാലിക് യൗമുദ്ദീൻ എന്നും ഓതാവുന്നതാണ്, അതും ശരിയായ ഓത്ത് തന്നെയാണ്. അപ്പൊ മാലിക് യൗമുദ്ദീൻ എന്നും ഓതാം, മലിക് യൗമുദ്ദീൻ എന്നും ഓതാം. ഇതിൽ ഏതാണ് കൂടുതൽ അർത്ഥസമ്പുഷ്ടിയുള്ളത് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാര് വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേക്ക് അത്ര വിശാലമായ ചർച്ചകളിലേക്ക് വഅദിന്റെ സദസ്സിൽ കടക്കാൻ കഴിയില്ലല്ലോ, അത് ദർസിലല്ലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ സാരാംശങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കണമെങ്കിൽ മക്കളെ, കൊല്ലങ്ങളോളം പള്ളി ദർസുകളിൽ അതുപോലെ നന്നായി പഠിപ്പിക്കുന്ന ദീനിയായ വിദ്യാഭ്യാസം നൽകുന്ന കോളേജുകളിൽ ഉസ്താദുമാരിൽ നിന്ന് നന്നായി പഠിക്കേണ്ടതുണ്ട്. വഅദിലൊന്നും കൂടുതലൊന്നും പറയാൻ സാധ്യമല്ല, ചുരുക്കി മാത്രം പറയട്ടെ. മലിക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ അധിപൻ എന്നാണ്, രാജാവെന്നാണ്. അതേസമയത്ത് മാലിക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനെന്നാണ്. അപ്പൊ ഉടമസ്ഥനാണ് അല്ലാഹു തആല, അധിപനാണ് അല്ലാഹു തആല. രണ്ടും ശരിയാണ്. അധിപൻ അല്ലാഹു തന്നെ, പക്ഷെ കാരുണ്യം ജ്വലിക്കുന്ന അധിപനാണ്. ഫലസ്തീനിലെ മക്കളുടെ തലയിൽ, അഫ്ഗാനിസ്ഥാനിലെ കുഞ്ഞുമക്കളുടെ തലയിൽ, ഇറാഖിലെ പാവപ്പെട്ട സ്ത്രീകളുടെയും മക്കളുടെയും തലയിൽ കൊണ്ടുപോയി മിസൈല് പതിപ്പിക്കുന്ന അധിപനല്ല, മറിച്ച് അതുപോലെ അക്രമം കാണിക്കുന്ന അധിപനല്ല, മറിച്ച് വല്ലാത്ത കാരുണ്യം ചെയ്യുന്ന അധിപനാണ് അല്ലാഹു തആല. അതിന്റെ പുറമെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അവൻ ഉടമസ്ഥനായതുകൊണ്ട് തന്നെ നാം ഉടമസ്ഥനിൽ നിന്നല്ലേ അടിമകൾക്കെല്ലാം കിട്ടേണ്ടത്. അതുകൊണ്ടെല്ലാം അവനിൽ നിന്ന് ഇവിടെയും കിട്ടണം അവിടെയും കിട്ടണമെന്ന് നമ്മൾ അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഉടമസ്ഥനല്ലേ കൊടുക്കുന്നവൻ. സഹോദരന്മാരെ, ഞാൻ ഇടയ്ക്ക് മുത്തലിബ് ഉസ്താദ് ഓർമ്മിപ്പിച്ചൊരു കാര്യം മുത്തഅല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. മലിക് യൗമുദ്ദീൻ എന്ന് ഓതാം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്, ഓ കുട്ടികളെ, നിങ്ങൾ ആരും പോയിട്ടിനി ഖുർആൻ ഫാത്തിഹ ഓതിയിട്ട് ഇമാമത്ത് നിൽക്കുമ്പോ മലിക് യൗമുദ്ദീൻ എന്നൊരു പുതിയ ഓത്ത് ഓതണ്ട കേട്ടോ. കാരണം അത് മുത്തലിബ് ഉസ്താദിന് ഞാൻ നന്ദി പറയുന്നത് ഓർമ്മിപ്പിച്ചതിന്റെ പേരിൽ. അങ്ങനെയും അവിടെ ഓതാം, ഓത്തുണ്ട്. പക്ഷേ പെട്ടെന്ന് പോയിട്ടൊരു പള്ളിയിൽ നിന്ന് മലിക് യൗമുദ്ദീൻ എന്ന് ഓതിയാൽ അന്ന് തല്ലുണ്ടാകാൻ അത് മതിയാകും. അതിന്റെ പുറമെ നാട്ടിൽ കുഴപ്പമുണ്ടാകാൻ അത് മതിയാകും. എപ്പോഴും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ 7 ഇമാമിങ്ങൾ ഓതി പഠിപ്പിച്ചതുപോലെ മാത്രമേ ഓതാൻ പാടുള്ളൂ. അതിൽ നമ്മളിപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് അനുസരിച്ചാണ്. ആ ഇമാം ഓതിയത് പോലെയാണ് നമ്മൾ ഫാത്തിഹ ഓതേണ്ടത്.
ഓതേണ്ടത്. അങ്ങനെയാണ് ഫാത്തിഹയുടെ തുടക്കം മുതൽ അവസാനം വരെ ഓതേണ്ടത്. ഒരു സൂറത്തിൽ കടന്നാൽ ആ സൂറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു ഇമാം ഓതിയതുപോലെ ഓതണം എന്ന് പറഞ്ഞവരും ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളും ആളുകൾക്കിടയിൽ ചർച്ച വലിച്ചിടുന്ന കാര്യങ്ങളും പണ്ഡിതന്മാരിൽ നിന്ന് അനാവശ്യമായി ഉണ്ടായി പോകരുത്. പഠന സമയത്ത് വിഷയങ്ങൾ പഠിപ്പിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ക്ലാസ് മാതിരിയുള്ള ഒരു വേദായതുകൊണ്ട് ഞാൻ ആ കാര്യം കൂടി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇരിക്കട്ടെ, അധിപൻ എന്ന് പറഞ്ഞ അർത്ഥമാണ് മലിക് യൗമുദ്ദീൻ എന്നതിനുള്ളത്. മാലിക് യൗമുദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് അതിന്റെ അർത്ഥം. ഉടമസ്ഥനല്ലേ അടിമകൾക്ക് വിട്ടുതരിക, ഉടമസ്ഥനല്ലേ അടിമകൾക്ക് മാപ്പ് തരിക, ഉടമസ്ഥനല്ലേ അടിമകൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് മാലിക് യൗമുദ്ദീൻ എന്നതും വലിയ അർത്ഥമുള്ള വല്ലാത്ത വാചകം തന്നെ. ഇമാമിങ്ങൾ അതൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ വിശദമായി അതിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല. ആ റബ്ബിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണല്ലോ ആ ഉടമസ്ഥൻ എത്രയെത്ര കാരുണ്യമാ കാണിക്കുന്നത്. ഇപ്പോൾ അത് പറയാൻ നേരമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോടൊക്കെയും ഓർമ്മപ്പെടുത്തുന്നു. ജനുവരി അവസാനത്തിൽ കുറ്റ്യാടിയിൽ ഒരു 10 ദിവസം വയല് പറയുന്നുണ്ട്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ അവിടെ വന്ന് കേൾക്കൂ. ഒരുപാട് വിഷയങ്ങൾ, ഇവിടെ പറയാത്ത കാര്യങ്ങൾ ഞാൻ അവിടെ പറയുന്നുണ്ട്. അവിടെ വെച്ച് ഞാൻ വിശദമായി പറയാം. ഒരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറയുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ ആവശ്യമായതൊക്കെയും നമ്മളെ പഠിപ്പിച്ചില്ലേ? അവിടെ നമുക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ആദ്യം തന്നെ പറഞ്ഞു തന്നില്ലേ? ഇതിന്റെ എല്ലാം പുറമെ നിങ്ങൾ നോക്കൂ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചാൽ വിജയികളുടെ കൂടെ നേരെ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അതോടുകൂടെ ഒന്നും കൂടി പറഞ്ഞില്ലേ? ലഖ്നൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണമാസന്നമാകുന്നവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയും. എന്തിനാണത്? ഒരാൾ മരിക്കുമ്പോ അയാൾ സ്വർഗത്തിൽ കടക്കുന്ന നിലക്ക് മരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം മറ്റുള്ളവരും ചെയ്യണമെന്നല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? അതല്ലേ മരണമാസന്നമായ സമയത്ത് മനുഷ്യൻ മറന്നു പോകാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ്. കാരണം വേർപാടിന്റെ സമയമാണ്. ദുബായിലേക്ക് മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് പോകുന്ന നീ ദുബായിലേക്ക് പോകുന്ന ബേജാറിൽ പാസ്പോർട്ട് മറന്നു പോകാറില്ലേ? ടിക്കറ്റ് മറന്നു പോകാറില്ലേ? അപ്പൊ നിന്റെ സുഹൃത്തുക്കൾ ഇറങ്ങി കഴിയുമ്പോ തന്നെ, കാറിൽ കയറുമ്പോ തന്നെ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ, ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാറില്ലേ? കാരണം വിട്ടുപിരിയുന്ന സമയം മറതി വല്ലാതെ വരാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ടല്ലേ. എന്നാൽ ലോകത്തെ വിട്ടുപിരിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പോകുന്ന സമയം എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചവരും മറന്നുപോകാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മറ്റുള്ളവർ ചൊല്ലിക്കൊടുത്തിട്ട് നരകത്തിൽ കടക്കാതെ അതാ നിങ്ങളെ സഹോദരന്മാരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളും പണിയെടുക്കണേ എന്നല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം? അല്ലാഹുവിന്റെ കാരുണ്യം നോക്ക് നിങ്ങൾ. ചില ആളുകൾ അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിന്റെ അർത്ഥവും വിശദീകരണവും ഒന്നും മനസ്സിലാക്കാതെ മനുഷ്യൻ അവനവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഞാൻ 1-ാം തീയതി പെരിങ്ങത്തൂരിൽ വെച്ച് പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പെരിങ്ങത്തൂരിൽ ഒരു പ്രസംഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ ചിന്തിക്കണം. അപ്പൊ മരിക്കാൻ പോകുന്നവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു. ഇനി നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യം നോക്കൂ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ കാരുണ്യം നോക്കൂ. മരിച്ചു പോയ മനുഷ്യരെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങളാ മരിച്ച മനുഷ്യന് വേണ്ടി തസ്ബീഹ് ചൊല്ലുവീൻ. അല്ലാഹുവേ, അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി നീ അദ്ദേഹത്തിന് തോന്നിപ്പിക്കണം. സബ്ബിത്ഹു ഇൻദ സുആൽ, ചോദിക്കുന്ന സമയത്ത് പതറിപ്പോകാതെ സ്ഥിരതയോടെ മറുപടി പറയാൻ തൗഫീഖ് കൊടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും അല്ലാഹു പറയുന്നത് എന്തിനാണ്? അവനങ്ങ് രക്ഷപ്പെട്ടു പോകാനല്ലേ? മാത്രമാണോ
ആ മരിച്ച മനുഷ്യന്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി, എന്നിട്ട് ദിക്റും ചൊല്ലി സലാത്തും ചൊല്ലി മരിച്ച മയ്യിത്തിന്റെ പേരിൽ പ്രാർത്ഥിക്കാൻ അല്ലാഹു പറഞ്ഞില്ലേ? അതല്ലേ മയ്യിത്ത് നിസ്കാരം? അതും മരിച്ച മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള പടച്ചവന്റെ കാരുണ്യം തന്നെയല്ലേ? പക്ഷെ ചിന്തിച്ചില്ല ചില ആളുകൾ. അത് ഞാൻ ആദ്യത്തെ ദിവസം വിവരിച്ചിട്ടുണ്ടല്ലോ. മയ്യിത്ത് നിസ്കാരം എന്ന് പറയുന്നത് തന്നെ മയ്യിത്തിന്റെ പേരിലല്ലേ? തുടക്കം മുതൽ അവസാനം വരെ മയ്യിത്തിന്റെ പേരിലല്ലേ? അപ്പൊ ഒന്നാമത്തെ അല്ലാഹു അക്ബർ എന്ന ദിക്ർ തന്നെ മയ്യിത്തിന്റെ പേരിലല്ലേ? പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം മയ്യിത്തിന്റെ പേരിലല്ലേ? ഫാത്തിഹയും മയ്യിത്തിന്റെ പേരിലല്ലേ? സലാത്തും മയ്യിത്തിന്റെ പേരിലല്ലേ? ദുആയും മയ്യിത്തിന്റെ പേരിലല്ലേ? അങ്ങനെ മയ്യിത്തിന്റെ പേരിൽ ദിക്റും സലാത്തും ഖുർആനും ഓതി ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞതും ആ മരിച്ച മനുഷ്യൻ രക്ഷപ്പെടാനല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, മരിച്ച മയ്യിത്തിന് ചോദ്യം വരുമ്പോ അതിന്റെ മറുപടികൾ അദ്ദേഹത്തിന് ഓർമ്മയാകാൻ വേണ്ടി തൽഖീൻ ചൊല്ലിക്കൊടുക്കണമെന്ന് അതാ ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? ദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മിപ്പിച്ചു കൊടുക്കൂ, ഈമാനുള്ളവർക്കത് ഫലം ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഈ ആയത്തല്ലേ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു തൽഖീൻ ചൊല്ലുന്നതിന്റെ തെളിവായി ഖുർആനിലെ ഈ ആയത്തല്ലേ അവിടുത്തെ അസ്റുൽ മതാലിബ് എന്ന കിതാബിൽ തെളിവുദ്ധരിച്ചിട്ടുള്ളത്? അല്ലാഹു പറഞ്ഞതല്ലേ? മറന്നുപോകാൻ സാധ്യതയുള്ള സമയത്ത് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഖബറിൽ പോയി കിടക്കുമ്പോ, പുതിയ ഒരു ഇരുട്ടിൽ വന്ന് കിടക്കുമ്പോ വല്ലാത്ത മറതിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം, ഉത്തരം നിങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കുകയും വേണമെന്ന് വരെ അല്ലാഹു പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചില്ലേ? പടച്ചവന്റെ കാരുണ്യമല്ലേ? ഇനിയും നിങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ. ഇനി മഹ്ശറിലോ ഇന്ന് 14,96,74,000 കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനുണ്ടല്ലോ, അത് വെറും ഒരു ചാട് മാത്രമോ, ഒരു മൈൽ മാത്രമോ മേലെ ഉദിപ്പിക്കപ്പെടുകയും ഒരു വിഭാഗം ചെരിപ്പടിക്കാല് വരെ വിയർപ്പിൽ മുങ്ങുകയും വേറൊരു വിഭാഗം മുട്ടുവരെ വിയർപ്പിൽ മുങ്ങുകയും മറ്റൊരു വിഭാഗം അരവരെ വിയർപ്പിൽ മുങ്ങുകയും വേറൊരു വിഭാഗം കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങുകയും ചെയ്യുന്ന വല്ലാത്തൊരു ദിവസമുണ്ടല്ലോ. അതല്ലേ പ്രതിഫലം കൊടുക്കുന്ന യൗമുദ്ദീൻ, യൗമുൽ ഖിയാമ, പ്രതിഫലം കൊടുക്കുന്ന ദിവസമെന്ന് ഖുർആൻ പറഞ്ഞത് ആ ദിവസത്തെ കുറിച്ചല്ലേ? അവിടെ മനുഷ്യന് നിൽക്കാനുള്ളത് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഓ ചെറുപ്പക്കാരാ, കസ്റ്റംസിൽ ഒരു അരമണിക്കൂർ നിൽക്കുമ്പോഴേക്ക് നിനക്ക് വിഷമമായില്ലേ? പോകട്ടെ, ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും വരുന്ന നീ വലിയ കെട്ടും പെട്ടിയും എടുത്ത് എയർപോർട്ടിൽ വന്നിട്ട് ആ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നിന്റെ ലഗേജ് കിട്ടാൻ വേണ്ടി 1 മണിക്കൂർ കാത്തു നിൽക്കുമ്പോ നീ സർക്കാരിനെ കുറ്റം പറഞ്ഞില്ലേ? എയർപോർട്ട് അധികൃതരെ കുറ്റം പറഞ്ഞില്ലേ? നിനക്കവിടെ പെട്ടിക്ക് കാത്തു നിൽക്കാൻ തന്നെ സാധിക്കുന്നില്ലല്ലോ. എയറോപ്ലെയിനിൽ കയറിയത് അതാ 4 മണിക്കൂറോ 3.5 മണിക്കൂറോ പ്ലെയിനിൽ ഇങ്ങ് വന്നിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് പ്ലെയിനെങ്കിൽ ലാൻഡ് ചെയ്യുമ്പോൾ നീ പ്ലെയിന് നിൽക്കുന്നതിന് മുമ്പ് തന്നെ സീറ്റിൽ എഴുന്നേറ്റില്ലേ? എന്നിട്ട് നീ അതാ നിന്റെ പെട്ടി തുറക്കല്ലാന്ന് വിളിച്ചു പറയേണ്ടി വന്നില്ലേ? ഇത്ര വലിയ തിരക്കുകാരനല്ലേ നീ? ഇത്ര വലിയ കാത്തു നിൽക്കാൻ പറ്റാത്തവനല്ലേ നീ? എന്നാൽ മോനെ, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. സ്വർഗത്തിൽ കടക്കുന്നവനും കാത്തു നിന്നോളണം, നരകത്തിൽ കടക്കുന്നവനും കാത്തു നിന്നോളണം. പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണ്. അതിനൊരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമാണ് കേട്ടോ. ഇത് ദഈഫായ ഹദീസല്ല, ഇത് ഖുർആനാണ് കേട്ടോ. ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെയുള്ള കാലം കൂട്ടി നോക്കിയാൽ 50,000 കൊല്ലമുണ്ടോ? അതേ സമയത്ത് മഹ്ശറിൽ മനുഷ്യന് നിൽക്കാനുള്ള കാലം 50,000 കൊല്ലം. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു ജല്ല ജലാലുഹു. അവൻ വല്ലാതെ കാരുണ്യം ചെയ്യുന്നവനാണ്, അങ്ങനെയുള്ള ഉടമസ്ഥനാണ്. അതുകൊണ്ട് തന്നെ
അവൻ ആർക്കാണ് ആഖിറത്തിൽ കാരുണ്യം ചെയ്യുന്നത്? അതാണല്ലോ റഹീം എന്ന വാചകം സൂചിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തൗഹീദിന്റെ കലിമത്ത് വിശ്വസിച്ച് അംഗീകരിക്കുന്നവർക്കാണ്, വിശ്വസിച്ച് അംഗീകരിക്കുന്നവർക്കാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ഓ സഹോദരന്മാരെ, ആ മുസ്ലിമീങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശ പറയാൻ അല്ലാഹു ജല്ല ജലാലുഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, അമ്പിയാക്കളെ വെച്ചിട്ടുണ്ട്, ഔലിയാക്കളെ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അംഗീകരിക്കാത്ത അബൂജഹലും ഉത്ബത്തുമൊക്കെ അല്ലാത്തവർക്ക് ആരാധന നടത്തിയപ്പോ നിങ്ങൾ എന്റെ അല്ലാത്തവർക്ക് ആരാധന നടത്തുന്നു എന്ന് ചോദിക്കുമ്പോ അവര് ആ സമയത്ത് പറഞ്ഞൊരു മറുപടിയുണ്ട് ഖുർആനിൽ. അതാണ് വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അവർക്കൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വിഗ്രഹങ്ങളെ അവരാരാധിക്കുന്നു. അതുപോലെ മറ്റു ചില ആളുകൾ നബിയായ ഈസാ അലൈഹിസ്സലാമിനെ നബിയാണെന്ന് വിശ്വസിക്കുന്നതിന് പകരം ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ച് ആരാധിക്കുന്നു. അതുപോലെ ഉസൈർ അലൈഹിസ്സലാമിനെ അതാ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ച് ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കുന്ന ഒരു മഹാനും വാസ്തവത്തിൽ അല്ലാഹുവിനെ അല്ലാതെ ആരാധിച്ച കാരണത്താൽ ഇവർക്ക് ശുപാർശ പറയുകയില്ല. അതുപോലെ ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചൊരാള് ടെലിഫോൺ ചെയ്തിട്ട് എന്നോട് പറയാണ്, ഏയ് പ്രധാനമന്ത്രിയല്ലേ, എനിക്ക് ഇന്നൊരു കാര്യം ശരിയാക്കി തരണോ പറഞ്ഞാൽ ഞാനൊന്ന് ശരിയാക്കി കൊടുക്കുമോ? ഇല്ല. കാരണം എനിക്കില്ലാത്തൊരു സ്ഥാനം എനിക്ക് വെറ്റി വെട്ടിയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എന്നെ സ്വീപ്പാക്കുന്നവനാണെന്നല്ലേ എന്റെ അർത്ഥം. നേരെ മറിച്ച് വേറോട് അത്ര സക്കാഫിയല്ലേ എന്ന് ചോദിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ കഴിയുന്നത് ചെയ്തു കൊടുത്തേക്കും, അല്ലേ? അതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ അടിമയായ നബിമാരെ, ഔലിയാക്കളെ അള്ളയാണെന്നോ അള്ളാന്റെ മകനാണെന്നോ പറഞ്ഞാൽ അവർക്ക് അത്ര വെറുപ്പുള്ള ഒരു കക്ഷി വേറുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെ ദൈവങ്ങളാക്കി ആരാധിച്ചവർക്ക് അവരെ ശുപാർശ കിട്ടുകയില്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ശുപാർശ, അവർക്ക് ശുപാർശയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആരെ സംബന്ധിച്ച് പറഞ്ഞു? ആ മുശ്രിക്കീങ്ങളെ പറ്റി പറഞ്ഞു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ അല്ലാഹുവിനെ പുറമേ അവർ ആരാധിക്കുന്നു. വയഖൂലൂന, എന്നിട്ട് അബൂജഹലും ഉത്ബത്തുമൊക്കെ ബാധിക്കുകയാണ്, പറയുകയാണ്, ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്, ഈ ദൈവങ്ങൾ ഞങ്ങളെ ശുപാർശക്കാരാണെന്ന് പറയുന്നു. ഒരിക്കലും തന്നെ പടച്ചവന് കൂറുകാരുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക്, പടച്ചവന് പുറമേ ആരാധ്യ വസ്തുക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു ശുപാർശക്കാരനെയും കിട്ടുകയില്ല. അതേ സമയത്ത് സഹോദരന്മാരെ, അത് ഖുർആൻ തന്നെ പറയുന്നു. അന്ത്യദിനത്തിൽ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ അബൂജഹലിന് ശുപാർശ പറയാൻ ഒരാളുമില്ല, ഉത്ബത്തിന് ശുപാർശ പറയാൻ ആരുമില്ല. അപ്പൊ അല്ലാഹുവിന്റെ ചോദ്യം, വമാ നറാ മഅകും ശുഫാഅഉകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളെ കാര്യത്തിൽ പടച്ചവന് ചില ഷെയറുകാരുണ്ടെന്ന്, പടച്ചവന് ചില പാർട്ണർമാരുണ്ടെന്ന്, പടച്ചവന് ചില കൂറുകാരുണ്ടെന്ന്. അങ്ങനത്തെ കൂറുകാരുണ്ടെന്ന് പറഞ്ഞ നിങ്ങളുടെ ആ കൂറുകാരായ ശുപാർശകന്മാരെ ഇപ്പൊ കാണുന്നില്ലല്ലോ. അപ്പൊ അബൂജഹലും ഉത്ബത്തുമൊക്കെ വിശ്വസിച്ചത് പടച്ചവന് കുറെ കൂറുകാരുണ്ടെന്നാണ്, പടച്ചവന് പാർട്ണർമാരുണ്ടെന്നാണ്, ഷെയറുകാരുണ്ടെന്നാണ്. ആ ഷെയറുകാരാണെന്ന് വിശ്വസിച്ച ഒരു ശുപാർശക്കാരെയും അവർ കാണുന്നില്ല. അതേസമയത്ത് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവൻ ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ല. ഇത് പ്രഖ്യാപിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ. അപ്പൊ അല്ലാഹുവിന് കൂറുകാരനില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും അതേ സമയത്ത് അല്ലാഹുവിന് അമ്പിയാക്കളുണ്ട്, അല്ലാഹുവിന് ഔലിയാക്കളുണ്ട്, അല്ലാഹുവിന് സജ്ജനങ്ങളുണ്ട്. ആ സജ്ജനങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണല്ലോ, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ.
അല്ലാഹു തആല ശുപാർശ പറയാൻ സമ്മതം കൊടുത്തിട്ടുള്ള ചില ആളുകളുണ്ട്. വഖാല സവാബാ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, സത്യം പറഞ്ഞവരാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവർക്ക് അല്ലാഹു തആല ശുപാർശ പറയാൻ സമ്മതം കൊടുത്തിരിക്കുന്നു. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചിട്ടുള്ള മഹാന്മാർ, അവർക്ക് അല്ലാഹു തആല ശുപാർശ പറയാൻ സമ്മതം കൊടുത്തിരിക്കുന്നു. ഇത് തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അല്ലാഹ് തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ശുപാർശ പറയുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യമാണ്, ആ ദിവസത്തിന്റെ അധിപനും ഉടമസ്ഥനുമായ പടച്ചറപ്പിന്റെ കാരുണ്യമാണ്. അവൻ ശുപാർശ പറയുന്ന കുറെ മഹാന്മാര് അവൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിലേറ്റവും വലിയ ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. റഹ്മാനും റഹീമുമായ റബ്ബ് അവനാ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഉടമസ്ഥതയുടെ കീഴിൽ അവൻ മഹാന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു. ആ നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനാണ്? സാധുക്കളായ അടിമകൾക്ക് ശുപാർശ പറയാനാണ് കേട്ടോ. ആ ശുപാർശയെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അവസാനം നിങ്ങളെ സൂചിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അധികാരം, ആ അധികാരം മറ്റുള്ള രാജാക്കന്മാരുടെ അധികാരം പോലെയല്ല. മറ്റുള്ള രാജാക്കന്മാരുടെ അധികാരം അവർ കൊടുക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു പോകുന്ന അധികാരമാണ്, അല്ലേ? ഒരു രാജാവിന്റെ കയ്യില് അതാ 1000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണുള്ളതെങ്കിൽ അതിൽ നിന്നൊരു 10 കിലോമീറ്റർ ഒരു കക്ഷിക്ക് വിട്ടുകൊടുത്താൽ അയാളത് ചുരുങ്ങിയില്ലേ? ഒരാൾക്ക് കൊടുത്താൽ കുറഞ്ഞു പോയില്ലേ? അതേസമയത്ത് അല്ലാഹുവിന്റെ അധികാരം എത്ര കൊടുത്താലും തീർന്നു പോകുന്നില്ല, ചുരുങ്ങിപ്പോകുന്നില്ല. കൊടുക്കുന്നതിനനുസരിച്ച് അധികാരം വർദ്ധിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹ് ഒരു മകനെ കൊടുത്തു, അപ്പൊ ആ മകനിലുള്ള അധികാരം കൂടി അല്ലാഹുവിനുണ്ടായി, അല്ലേ? എന്നാ അല്ലാഹ് 10 മകനെ കൊടുത്താലോ, ആ 10 മക്കളിലും അല്ലാഹുവിന് അധികാരമുണ്ടായി. ഇപ്പൊ കൊടുക്കുന്നതിനനുസരിച്ച് അധികാരം വിശാലമാകുന്ന റബ്ബല്ലേ? അല്ലാഹുവിന്റെ അധികാരം കൊടുക്കുന്നതിനനുസരിച്ച് ചുരുങ്ങിപ്പോകുന്നില്ല. ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ അധികാരത്തിൻ കീഴിലും ഒരുപോലെ അറിവുള്ള അധികാരമുള്ളവനല്ലേ? ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട കടമാടികളായ നമുക്കില്ലേ? ഞാൻ ചോദിക്കുന്ന, ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ അനുസരിക്കില്ല എന്ന് ആ രാജ്യത്തെ പ്രജകൾ പറഞ്ഞാൽ, ആ രാജ്യത്തുള്ള ജനങ്ങൾ പറഞ്ഞാൽ, ആ രാജ്യം താറുമാറായില്ലേ? ആ രാജ്യം കുഴപ്പമായില്ലേ? ഞങ്ങൾ ഭരണത്തിന് അംഗീകരിക്കൂല എന്ന് പറയാറില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യം ജനാധിപത്യ രാഷ്ട്രമല്ലേ? ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കാറില്ലേ? തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരാൾ മുഖ്യമന്ത്രിയായാൽ, ഒരാൾ പ്രധാനമന്ത്രിയായാൽ, മറ്റൊരാൾ വേറൊരു വകുപ്പിന്റെ മന്ത്രിയായാൽ, ആ ഭരണാധികാരിയെ, ആ മന്ത്രിയുടെ പാർട്ടി അംഗീകരിക്കാത്തവനും ആ മന്ത്രിയെ ബഹുമാനിക്കാത്തവനും കൂടി അയാൾ മന്ത്രിയാണെന്ന് അംഗീകരിക്കുന്നില്ലേ? അയാളെ ഓർഡറിന് വില കൽപ്പിക്കുന്നില്ലേ? അയാളെ നിയമം ഇവിടെ നടപ്പാക്കുന്നില്ലേ? നടപ്പാകാൻ സമ്മതിക്കുന്നില്ലേ? എന്താ കാരണം? ഒരു ഭരണത്തിന്റെ കീഴിലായിട്ടല്ലാതെ ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ നാട് കുട്ടിച്ചോറായി പോകും, നാട് തകർന്നു പോകും. അതുകൊണ്ടാണ് ഭീകരവാദം പാടില്ലെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കുഴപ്പമുണ്ടാക്കരുതെന്ന് പറയുന്നത്. അതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. എന്നാ സഹോദരാ, എന്റെയും നിന്റെയും ശരീരത്തിന്റെ ഭരണാധികാരി, ആ ശരീരത്തിന് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെയും ഭരണാധികാരി, എല്ലാറ്റിന്റെയും ഭരണാധികാരി, ആ ഭരണാധികാരി നമുക്ക് തന്ന നിയമങ്ങളില്ലേ? ആ നിയമങ്ങൾ അനുസരിക്കാതെ ജീവിച്ചാൽ ആകെ ഈ ലോകം തകരാറിലായില്ലേ? നീയും ഞാനും തകരാറിലായില്ലേ? അതുകൊണ്ട് തന്നെ ഓ ഭരണാധികാരികളെ, നിങ്ങൾ യഥാർത്ഥ ഭരണാധികാരികളല്ല. യഥാർത്ഥ ഭരണാധികാരി മലിക്കുൽ മുലൂക്കായ റബ്ബാണ്. ആ ഭരണാധികാരി യഥാർത്ഥ ഉടമസ്ഥനാണ്. ഇവിടുത്തെ ഭരണാധികാരിയുടെ ഭരണം വാസ്തവത്തിൽ ഭരണമല്ല. നോക്കൂ നിങ്ങൾ, ഇറാഖിൽ ഭരണം കിട്ടാൻ വേണ്ടി ജോർജ് ബുഷ് ശ്രമിക്കുകയാണ്. പക്ഷേ സ്വന്തം മൂക്കിൽ ഭരണമുണ്ടോ?
സ്വന്തം മൂക്കിൽ ഭരണമുണ്ടോ? ഇല്ലല്ലോ. കാരണം നിങ്ങൾ ജോർജ് ബുഷിനെ കൊണ്ടുവന്ന് വയനാട്ടിൽ ഒരു 2 ദിവസം താമസിപ്പിച്ചു നോക്ക്, ജലദോഷം പിടിക്കൂ. എന്താണ്? സ്വന്തം മൂക്കിൽ ഭരണമില്ല. ഇനി നിങ്ങൾ മുഖ്യമന്ത്രിയെ നോക്കൂ. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഊരവേദനയാവുന്നു. കാരണം സ്വന്തം ഊരമ്മൽ ഭരണമില്ല. സുബ്ഹാനല്ലാഹ്. വേറൊരു മന്ത്രിയെ നോക്കൂ, പല്ലുവേദനയാകുന്നു. സ്വന്തം തൊള്ളയിൽ ഭരണമില്ല. പ്രധാനമന്ത്രിയെ നോക്കൂ, മൂപ്പർക്ക് കാലിന്റെ മുട്ടിന് വേദനയാകുന്നു. കാലിന്റെ മുട്ടുമ്മൽ ഭരണമില്ല. സുബ്ഹാനല്ലാഹ്. ആർക്കാണ് ഇവിടെ ഭരണമുള്ളത്? ഭരണമുള്ളത് മലിക്കുൽ മുലൂക്കായ റബ്ബിനല്ലേ. മറ്റാർക്കാണ് ഇവിടെ ഭരണമുള്ളത്? എന്നാൽ ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഭരണാധികാരി തന്നിട്ടുള്ള വസ്തുക്കൾ, കയ്യും കാലും കണ്ണും മൂക്കും നാക്കുമൊക്കെ ഭരണാധികാരി തന്നതല്ലേ. ശരീരവും സമ്പത്തും അള്ള തന്നതല്ലേ. മനസ്സ് അള്ള തന്നതല്ലേ. ആ ഭരണാധികാരിയുടെ കൽപ്പനക്ക് ഞാൻ വിധേയനാവുകയില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ താറുമാറായില്ലേ. നിന്റെ ശരീരവും താറുമാറായില്ലേ, മനസ്സും താറുമാറായില്ലേ, നാടും താറുമാറായില്ലേ. അതുകൊണ്ട് തന്നെ ആ ഉടമസ്ഥന് വഴിപ്പെട്ടുകൊണ്ട്, ആ അധികാരസ്ഥന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ സമാധാനമാണ് മോനെ. കേട്ടിട്ടില്ലേ നിങ്ങൾ അനൂസർവാൻ ചക്രവർത്തി? അദ്ദേഹം ഒരു ദിവസം ഒരു വേട്ടക്ക് പോയി. അനൂസർവാൻ ചക്രവർത്തി ഒരു വേട്ടക്ക് പോയി മരുഭൂമിയിൽ. ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയി പട്ടാളക്കാരിൽ നിന്നും അതുപോലെ തന്നെ സൈന്യത്തിൽ നിന്നും വിട്ടുപോയി ഒറ്റയ്ക്ക് മരുഭൂമിയിൽ കുടുങ്ങിപ്പോയി. ചക്രവർത്തി ഇങ്ങനെ പോവുകയാണ്. വെള്ളം കിട്ടാതെ ദാഹിക്കുകയാണ്, ഭക്ഷണം കിട്ടാതെ വിശക്കുകയാണ്. അങ്ങനെ മരുഭൂമിയിലൂടെ ചെന്നപ്പോ ഒരു തോട്ടത്തിലെത്തി. മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഒരു തോട്ടത്തിലെത്തി. ആ തോട്ടത്തിലെത്തിയ അനൂസർവാൻ ചക്രവർത്തി അവിടെ അങ്ങ് കയറി നോക്കുമ്പോ കുറെ റുമ്മാൻ മരങ്ങൾ കാണുകയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നു. ആ കുട്ടി രാജാവ് ചോദിച്ചു, എനിക്കൊരു റുമ്മാൻ തരുമോ? ചക്രവർത്തിയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കുട്ടിക്ക് ഇപ്പൊ എന്ത് ചക്രവർത്തി? കാരണം കൂടെ പട്ടാളക്കാരില്ലല്ലോ. ഇയാള് ചക്രവർത്തിയാണെന്ന് ഈ കുട്ടിക്കിട്ട് അറിയുകയും ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ കുട്ടിയോട് യാചിക്കുകയാണ് ചക്രവർത്തി, ഒരു റുമ്മാൻ തരുമോ? കുട്ടി ഒരു റുമ്മാൻ കൊടുത്തു. റുമ്മാൻ കീറിയിട്ട് അതിലുള്ള വിത്തുകളൊക്കെ എടുത്ത് നന്നായി കേജു നോക്കുമ്പോൾ നല്ല മധുരമുള്ള ധാരാളം വെള്ളം കിട്ടി. അത് നന്നായി അദ്ദേഹം അങ്ങ് കുടിച്ചു. കുടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നല്. എന്താ തോന്നല്? ഈ തോട്ടം ഒന്ന് പിടിച്ചെടുക്കണം. ചക്രവർത്തിയല്ലേ, ഭരണാധികാരിയല്ലേ, നല്ല ഒരു റുമ്മാമ്പഴം കിട്ടിയപ്പോ പിന്നെ മനസ്സിലുള്ള തോന്നലാണ് അതെന്റെ കയ്യിലാക്കണം. സുബ്ഹാനല്ലാഹ്. ഈ ചിന്ത വന്നു. വീണ്ടും ഈ രാജാവ് കുട്ടിയോട് പറഞ്ഞു, മോനെ വേറെ ഒരു റുമ്മാൻ തരൂ. ആ കുട്ടി വേറൊരു റുമ്മാൻ കൊടുത്തു. ആ റുമ്മാനും ഇയാള് നന്നായി പീഞ്ഞിട്ട് കുടിച്ചു നോക്കുമ്പോൾ അത് പുളിച്ചിട്ടും ചവർത്തിട്ടും കുടിക്കാൻ തന്നെ കഴിയുന്നില്ല. അപ്പൊ ഈ രാജാവ് ചോദിച്ചു, അയ്യുഹസ്സബിയു ലിമസാറ റുമാനു ഹാകദാ. കുട്ടി, എന്റെ ഈ റുമാൻ ഇങ്ങനെ ആയിപ്പോയത്? ഉടനെ കുട്ടിയുടെ മറുപടി, ലഅല്ല മലിക്കൽ ബലദി അസമാനം ദുൽമി. രാജ്യത്തെ ഭരണാധികാരി അക്രമം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? രാജ്യത്തിന്റെ ഭരണാധികാരി അക്രമം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് കുട്ടി ഉടനെ തന്നെ മറുപടി. രാജാവ് ഞെട്ടിപ്പോയി. കുട്ടിയുടെ മറുപടി കേട്ടപ്പോ രാജാവ് ഞെട്ടിപ്പോയി. സഹോദരന്മാരെ, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഉടനെ തന്നെ ഈ രാജാവിനോട് ഈ മറുപടി കിട്ടിയപ്പോ രാജാവ് തൗബ ചെയ്തു. അദ്ദേഹം തൗബ ചെയ്തു, മനസ്സുകൊണ്ട് തൗബ ചെയ്തു. ഞാൻ ചിന്തിച്ചത് തെറ്റായിപ്പോയി. ലോകത്തിന്റെ അധിപനായ റബ്ബിനെ അനുസരിക്കാതെ നടന്നാൽ കാര്യം കുഴപ്പത്തിൽ തന്നെയല്ലേ. മനസ്സിന്റെ ഉള്ളിൽ തൗബ വന്നു. വീണ്ടും ഈ രാജാവ് പറഞ്ഞു, മോനെ വേറൊരു റുമ്മാൻ കൊണ്ടുവാ. ഉടനെ മറ്റൊരു റുമ്മാൻ കൊടുത്തു. ഈ കുട്ടി കൊടുത്തപ്പോൾ അത് പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം കുടിച്ചു നോക്കുമ്പോ നല്ല എ ക്ലാസ് റുമ്മാനാണ്. ആദ്യത്തെ റുമ്മാൻ പോലെ തന്നെ നല്ല റുമ്മാനാണ്. രാജാവ് ചോദിച്ചു, മോനെ ലിമ ബദ്ലത്ത് ഹാദിഹിൽ ഹാല, എങ്ങനെയാണ് ലിമ ബദ്ലത്ത് ഹാദിഹിൽ ഹാല, ഈ അവസ്ഥ എങ്ങനെയാ വീണ്ടും കിട്ടിയത്? ഉടനെ തന്നെ കുട്ടിന്റെ മറുപടി, ലഅല്ല മലിക്കൽ ബൽദി താബഅൻ ദുൽമിഹി, നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി അക്രമം വിചാരിച്ചിട്ട് തൗബ ചെയ്തിട്ടുണ്ടാകാം.
അക്രമം വിചാരിച്ച രാജാവ് തൗബ ചെയ്തിട്ടുണ്ടാകാം. അനൂസർവാൻ ചക്രവർത്തി ഈ കുട്ടിയിൽ നിന്ന് ഈ സംഭവം കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഓരോ തോന്നലുകളും ഈ കുട്ടി ഇങ്ങനെ നോക്കി പറയുന്നത് മാതിരിയല്ലേ ഉള്ളത്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ലല്ലോ. ബാബാ കുത്തുബായി വന്നവർ മനസ്സിന്റെ ഉള്ളിൽ നോക്കി പറയുന്ന ചില മഹാന്മാരുമില്ലേ, അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. സാധാ കുറ്റ്യാടിയിലെ പ്രസംഗത്തിൽ പറയാം, സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇല്ലേ മനസ്സ് നോക്കി പറഞ്ഞ മുല കുടിക്കുന്ന കുട്ടികളെ ചരിത്രങ്ങളില്ലേ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ അനൂസർവാൻ ചക്രവർത്തി അന്ന് തീരുമാനിച്ചു, ഇനി ഒരിക്കലും തന്നെ ഞാനൊരു അനീതി പ്രവർത്തിക്കുകയില്ല, ഒരക്രമം ചെയ്യുകയില്ല. ഭരണാധികാരി അക്രമം ചെയ്താൽ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകും, ഫിത്തനകളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ അനുയായികൾ അക്രമം ചെയ്താൽ ഭരണാധികാരി ചീത്തയാവുകയും ചെയ്യും കേട്ടോ. ഇതല്ലേ കടുത്ത ധിക്കാരിയായിരുന്ന ഒരുപാട് ആലിമീങ്ങളെ കൊന്നൊടുക്കിയിരുന്ന ഒരു ഭരണാധികാരിയിരുന്നല്ലോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി. അയാളെടുക്ക ചില ആളുകൾ പോയിട്ട് ചോദിച്ചു, ഹജ്ജാജേ നിനക്കെന്തേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിച്ചതുപോലെ നല്ല ഭരണം നടത്തിക്കൂടെ, നീതി കാണിച്ചുകൂടെ, നീ അക്രമം ചെയ്യുന്നത് എന്തിനാണ്? ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മറുപടി, ഓ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഭരണമുണ്ടല്ലോ, ആ ഭരണം നടത്തിയതുപോലെ നടത്തിക്കൂടെ എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാ പോരാ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാരായിട്ട് നിങ്ങൾ നടന്നു തന്നാൽ ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെയോ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ള ഭരണം നടത്താതിരിക്കുന്ന തൗഫീഖ് തരുന്നു. നിങ്ങൾ ചീത്തയാകുമ്പോ ഭരണാധികാരി ചീത്തയാകും, അത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഭരണം നന്നാകാൻ കുറെ പ്രസംഗങ്ങൾ മാത്രം പോരാ, കുറെ തെരഞ്ഞെടുപ്പ് പോരാ. ലോകത്ത് ആര് ഭരിക്കുകയാണെങ്കിലും ഭരണം നന്നാകണമെങ്കിൽ, ഭരണാധികാരി നന്നാകണമെങ്കിൽ യഥാർത്ഥ ഭരണാധികാരിയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി മുസ്ലിം ഉമ്മത്ത് വളരേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ജോർജ് ബുഷിനെ പറഞ്ഞാ പോരാ, നമ്മൾ ഷാറൂണിനെ പറഞ്ഞാ പോരാ. മുസ്ലിം ഉമ്മത്തിന് മുസീബത്തുകൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം, അല്ലാഹു ലോകത്തെ പഠിച്ചത് അവൻ ഇബാദത്തെടുക്കാൻ വേണ്ടിയല്ലേ, അവനെ അറിയാൻ വേണ്ടിയല്ലേ. അത് ഏറ്റെടുത്ത സമുദായം മുസ്ലിം ഉമ്മത്തല്ലേ. ആ മുസ്ലിം ഉമ്മത്ത് തെറ്റുകളിലങ്ങ് മുഴുകി ജീവിക്കുമ്പോ, ഓ മക്കളെ, പടച്ച റബ്ബിന്റെ വക്കൽ നിന്നുള്ള പ്രത്യേകമായ ഇനായത്ത് ഭരണാധികാരികളെ മനസ്സിൽ നിന്ന് അതാ അലിവും ദൈവമൊക്കെ അള്ളങ്ങ് പറിച്ചെറിഞ്ഞു കളയും കേട്ടോ. അനുഭവിക്കൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ റബ്ബ്, അത് ഈ ലോകത്തിന്റെയും ഉടമസ്ഥനല്ലേ, ആ ലോകത്തിന്റെയും ഉടമസ്ഥനല്ലേ, രണ്ടിന്റെയും അധിപനല്ലേ. ആ അധിപനിലേക്ക് മനസ്സ് ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ നീതിമാനായി സൽക്കർമ്മിയായി ജീവിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതില്ലെങ്കിൽ അപകടം തന്നെ. ലോകത്തുള്ള ഭരണാധികാരികളെ കയ്യിലുള്ളത് തീർന്നു പോകുന്നതാണല്ലോ. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകും, പടച്ചവന്റെ അടുക്കലുള്ളത് തീർന്നു പോകാത്തതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, ലോകത്തുള്ള ഭരണാധികാരികളുടെ അവസ്ഥ എന്താണ്? പട്ടാളത്തിൽ ചേരാൻ വേണ്ടി, ശമ്പളം കിട്ടാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി രാജാവിന്റെ അടുക്കൽ വന്നു നോക്കുമ്പോ ആരോഗ്യം പോരാ, ബോഡി വിചാരിച്ച പോലെ പോലീസിലെടുക്കാൻ പറ്റുന്ന ജാതിയല്ല. ഇപ്പൊ രാജാവ് എന്ത് ചെയ്തു? ശമ്പളം കൊടുക്കൂല, പണിക്കെടുക്കൂല, പൊയ്ക്കോളി എന്ന് പറയും അല്ലേ? അങ്ങനല്ലേ രാജ്യത്തെ ഭരണാധികാരികള്? ആരോഗ്യമില്ലാത്തവൻ വന്നപ്പോ, ദുർബലം വന്നപ്പോ അവന് ഭക്ഷണത്തിന് വകുപ്പുണ്ടാക്കി കൊടുക്കാതെ നീ പോയിക്ക് എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു, അതല്ലേ? എന്നാൽ ലോകത്തിന്റെ യഥാർത്ഥ ഭരണാധികാരിയായ റബ്ബോ, അവന്റെ കാരുണ്യം കൂടുതലും കൊടുക്കുന്നത് രോഗികൾക്ക്, അവൻ കാരുണ്യം കൂടുതൽ ചൊരിക്കുന്നത് ദുർബലന്മാർക്ക്. അങ്ങനെ ആരോഗ്യമുള്ളവനും ഇല്ലാത്തവരും, ശാരീരിക ശേഷിയുള്ളവരും ഇല്ലാത്തവരും എല്ലാവർക്കും കൊടുക്കുന്ന രാജാവല്ലേ അല്ലാഹു ജല്ല ജലാലുഹു. ലോകത്തുള്ള ഭരണാധികാരികൾ
അതേ അവരുടെ ഭരണത്തിന് കീഴിലുള്ള പ്രജകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അതേസമയത്ത് അള്ളാഹുവിന് ഒന്നിലേക്കും ആഗ്രഹമില്ല, എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുന്ന രാജാവ് തന്നെ. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഈ ആയത്തിന്റെ ഘടന ഈ രൂപത്തിൽ വെച്ചിട്ടുള്ളത്. ഇനിയും പണ്ഡിതന്മാര് പറയുന്നു, സൂറത്തുൽ ഫാത്തിഹയിൽ 5 പേരുകളല്ലേ ഇതുവരെയായി അള്ളാഹുവിന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു പേര് അല്ലാഹ്, ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അവിടെയൊക്കെ പഠിപ്പിച്ച പേര് അല്ലാഹ്. മറ്റൊന്ന് പഠിപ്പിച്ച പേര് റബ്ബുൽ ആലമീൻ, റബ്ബ് എന്ന പേര്. മറ്റൊന്ന് പഠിപ്പിച്ചത് അർ റഹ്മാൻ അർ റഹീം എന്ന പേര്. മറ്റൊന്ന് പഠിപ്പിച്ചത് മാലിക് എന്ന പേര്. ഇങ്ങനെ 5 പേരുകളല്ലേ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം ഇമാം റാസി വിവരിക്കുന്നു. ഒരാൾ ആരാധിക്കപ്പെടാൻ അർഹതയുണ്ടാകൽ എന്തുകൊണ്ടാണ്? അവൻ പടക്കുന്നത് കൊണ്ടാണ്. അള്ള പടച്ചവനായത് കൊണ്ടാണ് ആരാധനക്ക് അർഹനായത്. ആ ആരാധനയ്ക്ക് യഥാർത്ഥ അർഹനാണെന്ന് സൂചിപ്പിക്കുന്ന പേരാണ് അല്ലാഹ് എന്ന പേര്. പിന്നെ രണ്ടാമത്തെ പേരോ അല്ലാഹു തആല നിങ്ങളെ പോറ്റി വളർത്തുന്നവരാണെന്ന് അറിയിക്കുന്ന പേര്, അതാണ് റബ്ബെന്ന പേര്. എന്നാൽ മോനെ, നീ പടച്ചവന് വഴിപ്പെടാതെ തെറ്റ് ചെയ്തു പോയവനാണെങ്കിൽ അത് നിനക്ക് മറച്ചു വെച്ചുകൊണ്ട് കാരുണ്യം ചെയ്യുന്നവരാണ് റഹ്മാൻ എന്ന പേര്. എന്നാൽ നീ അങ്ങനെ തെറ്റ് ചെയ്തു പോയിട്ട് ഈ ഭൂമി ലോകത്ത് വെച്ച് അപ്പോൾ നടപടി സ്വീകരിക്കാതെ കാരുണ്യം വിശാലമായി നൽകുന്ന രാജാവ്, അതാ റഹീമാണെന്ന് സൂചിപ്പിക്കുന്നത് അതാ ആഖിറത്തിന്റെ ഭരണാധികാരിയും കൂടിയായ റബ്ബ്. നിനക്ക് നീ തൗബ ചെയ്താൽ കാരുണ്യം കാണിച്ച് മാപ്പ് തരുന്ന റബ്ബാണ്. അത് പഠിപ്പിക്കാനാണ് റഹീം എന്ന പേര്. ഇനിയോ നീ ചെയ്ത നന്മകൾക്ക് മുഴുവനും പ്രതിഫലം തരുന്ന രാജാവാണ് എന്നത് പഠിപ്പിക്കാനാണ് മാലിക് യൗമിദ്ദീൻ എന്ന മാലിക് എന്ന പേര്. ഇങ്ങനെ 5 പേരുകളാണ് ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരന്മാർ ചിന്തിക്കുക, എത്ര വിശാലമാണ്, എത്ര അർത്ഥവത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇനിയോ സഹോദരന്മാരെ, ആ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞത് മാലിക് യൗമിദ്ദീൻ, ദീനിന്റെ അഥവാ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നല്ലേ. അതൊരു വല്ലാത്ത ദിവസം തന്നെ. ആ ദിവസത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു തീർക്കാനും സാധ്യമല്ല, നമുക്ക് പറഞ്ഞൊരു സ്ഥാനത്തെത്തിക്കാനും സാധ്യമല്ല. അതിനെത്രയെത്ര പേരുകളാണ് ആ ദിവസത്തിനുള്ളത്. യൗമുൽ ഖിയാമ എന്നതൊരു പേരാണ്. അതുപോലെ എത്രയെത്ര പേരുകളാണ് ഖുർആനിൽ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, സൂറത്തുൽ വാഖിഅ കേട്ടിട്ടില്ലേ? ആ സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞ പേര് അൽ വാഖിഅ. ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ. പേരുകളിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കാൻ സമയമില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതാ 100ഓളം പേരുകൾ ഖിയാമത്ത് നാളിന്റെ പേരുകൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. യൗമുൽ ഖിയാമ, യൗമുൽ ഹസറ, യൗമുൽ നദാമ, യൗമുൽ മുഹാസബ, യൗമുൽ മുസാഅല, യൗമുൽ മുസാബഖ, യൗമുൽ മുനാഖശ, യൗമുൽ മുനാഫസ, യൗമുൽ സൽസല, യൗമുൽ സായിഖ, യൗമുൽ വാഖിഅ, യൗമുൽ ഖാരിഅ. ഓരോന്നും വല്ലാത്ത അർത്ഥങ്ങളുള്ളതാണ്. അതിപ്പോൾ പറയാൻ സാധ്യമല്ല. ആ പേരുകൾ ഓരോന്ന് വിവരിക്കണമെങ്കിൽ തന്നെ മാസങ്ങളോളം അത് പറയേണ്ടതുണ്ട്. ഞാനിവിടെ ഒറ്റ ഒന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ സംഭവിക്കുന്ന ദിവസം ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, അതങ്ങ് സംഭവിക്കുമ്പോൾ പിന്നെ ഇല്ലെന്ന് പറയുന്ന ഒരു ധിക്കാരിയുമില്ല. ഖാഫിളത്തുർ റാഫിഅ, ഒരു വിഭാഗത്തെ ഖിയാമത്ത് നാൾ അങ്ങ് സംഭവിക്കുമ്പോ, പ്രതിഫലം കൊടുക്കുന്ന ദിവസം സംഭവിക്കുമ്പോ ഒരു വിഭാഗത്തിന് ഉയർച്ച കിട്ടിപ്പോയി, ഒരു വിഭാഗത്തിന് താഴ്ചയായി പോയി. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി അതാ കുലുക്കപ്പെട്ടു പോയി. വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ ഇടിപൊടിയായി പോയി, പൊടിക്കപ്പെട്ടു പോയി. ഫകാനത്ത് ഹബാഅം മുംബസ്സാ, ആ വലിയ 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 പാറക്കല്ലുകളും മറ്റും ഉൾക്കൊള്ളുന്ന ആ വലിയ വലിയ ആ പർവ്വതങ്ങൾ മുഴുവനും വെറും ധൂളികളായി പാറിപ്പോയി. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 ചേരികളായി പോയി. ഫഅസ്ഹാബുൽ മൈമന, ഒരു ഭാഗം വലങ്കയിൽ കിതാബ് കിട്ടുന്ന വലതുകാരാണ്. മാ അസ്ഹാബുൽ മൈമന, വലത്തുകയിൽ കിതാബ്
കിട്ടുന്ന ആളുകൾ ആരാണ്? അവരെ പുകഴ്ത്തി പറയുകയാണ് അസ്ഹാബുൽ മസ്അമ, ഇടത് കൈയിൽ കിതാബ് വന്നു വീഴുന്ന ധിക്കാരികളുമാണ്. അസ്ഹാബുൽ മസ്അമ, ഇടത് കൈയിൽ കിതാബ് കിട്ടുന്നവരുടെ സ്ഥിതി എന്താണ്? വസ്സാബിഖൂന السابقون أولئك المقربون. ഈ സമുദായത്തിന്റെ ആദ്യം കഴിഞ്ഞു പോയ സഹാബികളില്ലേ, മഹാന്മാരില്ലേ, അമ്പിയാക്കളില്ലേ, അവര് പടച്ച റബ്ബിന്റെ സാമീപ്യം കിട്ടിയവര് തന്നെ. ഈ ജന്നത്തിൻ നഈം, അവര് നല്ല സുഖലോലുപമായി കഴിയുന്ന തോട്ടങ്ങളിൽ തന്നെ. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. വലിയൊരു സമൂഹം ആദ്യം കഴിഞ്ഞു പോയവർ, ചെറിയൊരു സമൂഹം പിന്നീട് വന്നവർ. അലാ സുറുരിൻ മൗലൂന, സ്വർണത്തിന്റെ ചെറിയ ചെറിയ നാരുകൾ കൊണ്ടും സ്വർണത്തിന്റെ വസ്തുക്കൾ കൊണ്ടും മടയപ്പെട്ട കട്ടിലിന്റെ മേലെയാണല്ലോ അവരുള്ളത്. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, ആ കട്ടിലിന്റെ മേലെ ചാരിക്കിടക്കുന്നവർ, പരസ്പരം മുഖത്തോട് മുഖം കാണുന്നവർ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സുബ്ഹിക്ക് എഴുന്നേറ്റ് കൃത്യമായി നിസ്കരിക്കുന്ന കുട്ടി. അതേ, എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷൻ കാണരുതെന്ന് മനസ്സിലാക്കി നന്നായി ഔറത്ത് മറച്ച് നടക്കുന്ന ഉമ്മ, ഔറത്ത് മറക്കുന്ന സഹോദരി, നാദാപുരം ടൗണിലും കല്ലാത്തി ടൗണിലുമൊക്കെ അതാ വെലസാൻ വേണ്ടി യുവതികൾ ഇറങ്ങുമ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ആ വെലസലിലൊന്നും ഞാനില്ല, പടച്ചവനൊരു കോടതി ഉണ്ടെന്ന് ഓർമ്മിച്ച് അതാ വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയുന്ന പെൺകുട്ടികളെ പടച്ചറബ് ഓരോരുത്തർക്കും കൊടുക്കുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിന്റെ ദിവസത്തിൽ കിട്ടുന്ന രംഗങ്ങൾ. അതാ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, കള്ളിന്റെ പാത്രങ്ങളും കള്ള് കുടിപ്പിക്കാൻ വേണ്ടി പെരുന്നാളിന്റെ അന്നും അതുപോലെ കല്യാണത്തിന്റെ തലേ ദിവസവുമൊക്കെ നിന്നെ ക്ഷണിക്കുന്ന കൂട്ടാളികളെ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് നല്ലവരുടെ കൂടെ ജീവിതം നയിക്കാൻ വേണ്ടി വരുന്ന ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരും സ്നേഹിതന്മാരും പലരും ആ ദിവസം നിന്റെ ശത്രുക്കളാണ് കേട്ടോ. തെക്കുവയുള്ളവർക്ക് മാത്രമേ സൗഹൃദ ബന്ധം കൊണ്ട് ഫലമുള്ളൂ കേട്ടോ. തെക്കുവയോടെ ജീവിക്കാൻ നീ സന്നദ്ധനാണോ? ഖുർആൻ പറയുന്നു യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അതാ എന്നെന്നും കുട്ടിക്കാലമായി താടിയും മീശയുമൊന്നും മുളക്കാത്ത നല്ല ഭംഗിയുള്ള കുട്ടികൾ അവനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കോപ്പകളുണ്ട്, കൂരകളുണ്ട്, അതേ ഉറവുനീരിന്റെ പാനപാത്രവുമായി, അതേ കുടിക്കാനുള്ള വസ്തുക്കളുമായി കുട്ടികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഇവിടെ നീ കുടിക്കുന്ന കള്ള് പോലെ തലവേദന എടുക്കുന്ന സാധനമല്ല, അതേ നിന്റെ മനസ്സ് തെറ്റിപ്പോകുന്ന വസ്തുവല്ല, വല്ലാത്ത പാനീയം തന്നെ. അവര് തെരഞ്ഞെടുക്കുന്ന പഴങ്ങൾ എന്താണോ അവർക്കത് ലഭിക്കുക തന്നെ. അവരാശിക്കുന്ന പക്ഷി ഏതാണോ ആ പക്ഷിയുടെ മാംസം കഴിക്കുക തന്നെ. വിശാല നേത്രകളായ വെള്ളമയ്യാമണികളായ സുന്ദരികളായ സ്ത്രീകളും അതാ കാത്തു നിൽക്കുന്നു. ചിപ്പിയിൽ നിന്ന് പുറത്തെടുക്കാത്ത പുതിയ മുത്തുകളെ പോലെ ആ സുന്ദരികളായ തരുണിമണികളും കാത്തു നിൽക്കുന്നു. അവര് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി കൊടുക്കുന്നതാണിത് കേട്ടോ. ആ സ്വർഗത്തിൽ അനാവശ്യം അവര് കേൾക്കുന്നില്ല, അവര് കുറ്റകരമായതും കുറ്റം കെടുത്തലും കേൾക്കുന്നില്ല. ചീത്ത പറയുന്ന ഒരൊറ്റ മനുഷ്യരും അവിടെയില്ല, കുറ്റം പറയുന്ന ഒരാളും അവിടെയില്ല. ഇല്ല
സലാം സലാം, സമാധാനത്തിന്റെ വാക്കുകളല്ലാതെ സ്വർഗത്തിലില്ല. വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ, വലങ്കയിൽ കിട്ടുന്ന വലങ്കൈക്കാര് വല്ലാത്ത ആളുകൾ തന്നെ. മുള്ളുരിക്കപ്പെട്ട നല്ല ഇലകളുള്ള മരങ്ങളുടെ കീഴിലാണവർ. പഴം അടക്കി അടക്കി പഴങ്ങളുള്ള ആ വാഴകളുടെ ചുവടെയാണവർ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നീണ്ട തണലുകളിലാണവർ. പിന്നെയോ നല്ല ശുദ്ധവെള്ളമിങ്ങനെ മേലെ നിന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു, ചൊരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള തോട്ടങ്ങളിലാണവർ. മോനെ, നിന്റെ വീട്ടിലും നിന്റെ മാളികയുടെ മുന്നിലും നിന്റെ മുറ്റത്തുമൊക്കെ നീ കുറച്ച് വെള്ളം വെച്ചിട്ടില്ലേ, കുറെ വെള്ളച്ചാട്ടം വെച്ചിട്ടില്ലേ, നീ ചില സംഗതികളൊക്കെ ചില ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? പക്ഷെ അതൊക്കെയും ദിവസം കഴിയുമ്പോൾ അതാ നിന്നുപോയില്ലേ, ആ വെള്ളം ചീത്തയായില്ലേ? അതിന്റെ എല്ലാം പുറമെ അത്ര വലിയ എല്ലാ സംവിധാനവും നിന്റെ വീട്ടിന്റെ മുമ്പിൽ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് നിന്നെ മയ്യത്ത് കെട്ടിൽ കയറ്റിക്കൊണ്ടുപോയില്ലേ? ആ വീട് നീ വിട്ടിറങ്ങിയില്ലേ? നിന്റെ ഗാർഡൻ പോയില്ലേ? നിന്റെ വെള്ളച്ചാട്ടം പോയില്ലേ? നിന്റെ പുഷ്പം പോയില്ലേ? നിന്റെ പെയിന്റ് പോയില്ലേ? നിന്റെ ഗ്രാനൈറ്റ് പോയില്ലേ? നിന്റെ വാഹനം പോയില്ലേ? ഇതങ്ങനെയല്ലല്ലോ, എല്ലാ കാലത്തുമുള്ള വെള്ളമല്ലേ. പോരാ, ഭംഗമില്ല, മുടക്കമില്ല, എന്നും കിട്ടുന്ന ധാരാളം പഴങ്ങൾ തന്നെ. ഉയർത്തപ്പെട്ട കട്ടിലുകൾ തന്നെ. അക്കട്ടിലല്ലേ നിനക്ക് ഉല്ലസിക്കാൻ. ആ മുത്തുമണികളെ പോലുള്ള സ്ത്രീകളെ, ഹൂറുൽ ഈങ്ങളെന്ന് പറയുന്ന സ്ത്രീകളെ നിനക്ക് അതാ അവരൊരിക്കലും തന്നെ കന്യകത്വം നീങ്ങാത്തവരായി പ്രേമപാത്രങ്ങളായി തുല്യപ്രായക്കാരായി നിനക്ക് നൽകപ്പെടുന്നു. സൽക്കർമ്മം ചെയ്തിട്ടുള്ളവർക്കല്ലേ, ദുഷ്കർമ്മം കൈയൊഴിച്ചവർക്കല്ലേ. സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. നല്ല സമൂഹങ്ങള് പിൻഗാമികളിലുമുണ്ട് മുൻഗാമികളിലുമുണ്ട്. ഇതുവരെ പറഞ്ഞത് മഹാന്മാർക്ക് കിട്ടുന്നതല്ലേ. ഓ മോനെ, ആ പ്രതിഫലം കിട്ടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനല്ലേ അല്ലാഹു തആല. അവനിലേക്കൊന്ന് മനസ്സ് തിരിച്ചു ജീവിച്ചുകൂടെ? ആ പ്രതിഫലം ഒന്ന് ആഗ്രഹിച്ചുകൂടെ? അതിനുവേണ്ടി ഒന്ന് സുബഹിഖാതെ നിസ്കരിച്ചുകൂടെ? അതിനുവേണ്ടി ഒന്ന് സുന്നത്ത് നിസ്കരിച്ചുകൂടെ? അതിനൊന്ന് ദിക്റും ദുആക്കും പങ്കെടുത്തുകൂടെ? അതിനൊന്ന് നിനക്ക് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൂടെ? പടച്ച റബ്ബ് തന്ന കോടിക്കണക്കിനില്ലേ, നീ വലിയ വലിയ മാളികൾ കയറ്റുന്നില്ലേ? നിനക്ക് സ്വർഗത്തിലേക്കൊരു വീട് വെക്കാൻ നിനക്കൊരു പള്ളി നിർമ്മിച്ചുകൂടെ? പള്ളി നിർമ്മിക്കൽ അറബികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊരു ധാരണയുണ്ടോ? നിനക്കൊരു മദ്രസ നിർമ്മിച്ചുകൂടെ? അത് അറബികൾക്ക് മാത്രമേ പറ്റുള്ളൂ, സ്വർഗം അവർക്ക് മാത്രമാണോ? മലയാളികൾക്ക് സ്വർഗം വേണ്ടെന്നാണോ? ഓ മനുഷ്യ, നിനക്ക് സ്വർഗത്തിന് വേണ്ടി കുറെ ഭൂമി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തുകൂടെ? നിനക്ക് സ്വർഗത്തിൽ ഒരല്പം സ്ഥലം വാങ്ങി വെച്ചുകൂടെ? ഇതൊക്കെയും നിനക്കും എനിക്കും കിട്ടാൻ അല്ലാഹു വെച്ചതല്ലേ. ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഇടത് കൈയിൽ കിതാബ് കിട്ടുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരുടെ പ്രാഥമിക കാര്യം മാത്രം ഖുർആൻ അവിടെ പറയാണ്. രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന ചൂട് കാറ്റിലും ചുട്ടുതുളക്കുന്ന വെള്ളത്തിലുമാണവർ. സ്വർഗവാസികൾ തണലിലാണെന്നല്ലേ പറഞ്ഞത്? രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന കാറ്റാണ് നരകക്കാർക്കുള്ളതാണ്. അതേ തിളച്ച് പറയുന്ന വെള്ളമാണ്. കറുത്തിരുണ്ട പുകയാണ്, ആ പുകയുടെ തണലാണ്. തണുപ്പുള്ള പുകയല്ല, അതേ മാനമായ പുകയല്ല മോനെ. ആ പുക
പുകയിൽ നീ കുടുങ്ങിയില്ലേ? ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ. ഈ ലോകത്തിങ്ങ് വരുന്നതിന് മുമ്പ് സുഖിയന്മാരായി ജീവിച്ചതല്ലേ? സുബഹിക്ക് എഴുന്നേൽക്കാത്തവരല്ലേ? ഫാഷന്റെയും പരിഷ്കാരത്തിന്റെയും പിന്നാലെ പോയവരല്ലേ? ചെറുപ്പക്കാരാ, എന്തേ നിന്റെ കുപ്പായം വളരെ ചെറുതാക്കിയിട്ട് നീ ഉടുക്കുന്ന തുണിയില്ലേ, അതിന്റെ ഈ മേൽഭാഗമില്ലേ, ആ മേൽഭാഗത്തുള്ള ഒരു ദ്വാരം, ആ ദ്വാരം മറഞ്ഞു നിൽക്കാൻ നീ ബനിയൻ ഇടുന്നില്ലല്ലോ, അതുപോലെ നീ വലിയ കുപ്പായവും ഇടുന്നില്ലല്ലോ. നിന്റെ നിസ്കാരം ചെറിയ കുപ്പായവും ഇട്ടിട്ട് പേന്റും ധരിക്കുമ്പോ ചിലപ്പോൾ നിന്റെ നിസ്കാരം ബാത്തിലാവുകയല്ലേ? ഫാഷനും പരിഷ്കാരവും ഒക്കെ സ്വീകരിക്കുമ്പോ ഒരല്പം ഒന്ന് ചിന്തിച്ച് സ്വീകരിച്ചോ കേട്ടോ. നിസ്കാരം അതാകും, നിസ്കാരം ബാത്തിലാകുന്ന പരിഷ്കാരം വേണ്ട. ഉമ്മമാരെ, തലമറക്കാതെയുള്ള ഇറങ്ങി നടത്തം വേണ്ട, മാറി മറക്കാതെയുള്ള പോക്കും വരവും വേണ്ട. അന്യപുരുഷന്മാരുടെ കൂടെ ഇറങ്ങി ചാടിപ്പോകുന്ന പെൺകുട്ടികളെ, സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമില്ലേ? പ്രതികൾ കൊടുക്കുന്ന രാജാവിനെ കുറിച്ച് ധാരണയില്ലേ? അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യമില്ലേ? മുസ്ലിം ചെറുപ്പക്കാർ തന്നെ കാണുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ വിവരം പത്രങ്ങളിൽ വായിക്കുമ്പോൾ നാണക്കേടില്ലേ? എന്തേ? എന്നിട്ട് അഭിമാനത്തോടെ ജീവിക്കുകയല്ലേ? ചോദിക്കട്ടെ, സ്വർഗത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലേ? നരകത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലേ? ഖുർആൻ ചോദിക്കുകയാണ്, ഓ മനുഷ്യ, ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ. സുഖിയന്മാരായിരുന്നു. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. വലിയ തെറ്റുകൾ ചെയ്ത അവിശ്വാസികളുമായിരുന്നു. വകാനൂ യഖൂലൂന അഇന്നാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. മണ്ണുകളും എല്ലുകളുമായി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമുണ്ടോ എന്നല്ലേ അവർ ചോദിച്ചത്. അവ ആബാഉനൽ അവ്വലൂൻ, കഴിഞ്ഞുപോയ അച്ഛന്മാരും ബാപ്പമാരും ജീവിക്കുമോ എന്നല്ലേ അവർ ചോദിച്ചത്. ഖുൽ, പറയൂ നബിയേ, ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂന ഇലാ മിഖാതി യൗമിൻ മഅലൂം. എല്ലാ മുൻഗാമികളും പിൻഗാമികളും ആ നിശ്ചയിക്കപ്പെട്ട ദിവസമില്ലേ, ആ ദിവസത്തിന്റെ സമയമില്ലേ, അവിടെ സംഘടിപ്പിക്കപ്പെടുന്നവർ തന്നെ. ഈ ദിവസത്തെ കളവാക്കുന്ന പഴച്ചുപോയ ജനങ്ങളെ, എന്ന് പറയുന്ന ഒരു മരത്തിൽ നിങ്ങൾ തിന്നേണ്ടി വരും. മുള്ളുകളല്ലേ അത്, ആ മരം തിന്നേണ്ടി വരും. വയറ് മുഴുവനും നിങ്ങൾ അതുകൊണ്ട് നിറക്കുന്നവരാണ്. തിളച്ച് പറയുന്ന വെള്ളം അതിന്റെ മേലെ നിങ്ങൾ കുടിക്കുന്നവരാണ് കേട്ടോ. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ദാഹിച്ച് വിഷമിക്കുന്ന ഒട്ടകം കുടിക്കുന്നത് പോലെ ആ തിളച്ച് പറയുന്ന വെള്ളം നിങ്ങൾ കുടിക്കുന്നവരാണ് കേട്ടോ. ഹാദാ നുസുലുഹും യൗമദ്ദീൻ. മാലിക് യൗമിദ്ദീൻ എന്നല്ലേ പറഞ്ഞത്? ആ യൗമുദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന ദിവസം, അന്ന് നിങ്ങൾക്കുള്ള സൽക്കാരമാണിത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, തഖ്വയില്ലാതെ ജീവിക്കുന്ന മനുഷ്യ, ചമ്മാടിത്തിലേക്ക് ചാടുന്ന മനുഷ്യ, കള്ളു കുടിക്കുന്നതിന് മടിയില്ലാത്ത മനുഷ്യ, വ്യഭിചാരത്തിന് ലജ്ജയില്ലാത്ത മനുഷ്യ, അന്യന്റെ കക്കുന്നതിനും കടം വാങ്ങിയാൽ കൊടുക്കാതിരിക്കുന്നതിനും കാണുന്നവന്റെ ഗീബത്തും നലീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞു വിശ്വാസമില്ലാതെ നടക്കുന്ന മനുഷ്യ, ഖുർആനിന്റെ താക്കീത് പഠിക്കൂ, ഖുർആനിന്റെ സുവിശേഷം പഠിക്കൂ, ഖുർആനിലേക്ക് തിരിച്ചു വരൂ. കയ്യും കെട്ടിയിട്ട് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പോരാ. മാലിക് യൗമിദ്ദീൻ, അത് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ തന്നെ, ഉടമസ്ഥൻ തന്നെ. പക്ഷേ അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു, അവന്റെ വലിയ കാരുണ്യം. അതാ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.
എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഖിയാമത്ത് നാളിൽ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിപ്പോയി. അന്ത്യനാളിൽ മുഴുവൻ ആളുകളും എത്തിപ്പോയി. ആ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ആരും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോഴല്ലേ സർവലോകത്തിനും അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളും അമ്പിയാക്കളും മുഴുവനുമുണ്ടല്ലോ. ഓരോ നബിമാരുടെയും സമീപത്ത് ചെന്നു ദുനിയാവിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ അമ്പിയാക്കളെ വിളിക്കലുണ്ടല്ലോ, ഔലിയാക്കളെ വിളിക്കലുണ്ടല്ലോ. മഹാന്മാരെ വിളിക്കുന്നത് അള്ള പൊരുത്തപ്പെട്ട മഹാന്മാരെ വിളിച്ചാൽ അള്ള പ്രശ്നം പരിഹരിച്ചു തരുമെന്ന നിലക്കാണല്ലോ. അതേ കാര്യം തന്നെ അതാ മഹ്ശറിലും ഏറ്റവും വലിയ ബേജാറുള്ള സമയത്ത് മുഅ്മിനീങ്ങൾ ആദം നബിയെ പോയി കണ്ട് സങ്കടം പറയുന്നു. അങ്ങനെ നൂഹ് നബിയെ കാണുന്നു. എല്ലാവരും എപ്പോഴും കേൾക്കുന്ന സംഭവമാണല്ലോ. അതിനെക്കുറിച്ച് ഞാൻ നീട്ടി പറയുന്നില്ല. അങ്ങനെ ഓരോ അമ്പിയാക്കളും പറഞ്ഞേച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ചെന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതേ വലിയ ബേജാറുള്ള സമയത്ത് ബൈനമാഹും ഇസ്തിഗാസു ബി ആദം, ആദം നബിയോട് ഇസ്തിഗാസ ചെയ്യുന്നു. ആദം നബിയോട് ഇസ്തിഗാസ ചെയ്യുന്നു, സഹായം ചോദിക്കുന്നു. മുഅ്മിനീങ്ങൾ ഓരോ നബിമാരും മറ്റൊരു നബിയുടെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്നു. ഇസ്തിഗാസ പാടില്ലെന്നൊരു നബിയും പറയുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, ഇസ്തഇലനാ, ഞങ്ങൾക്ക് ശുപാർശ പറയണേ നബിയേ എന്ന് പറയുന്നു. അനലഹാ, അതിന്റെ അവകാശി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബിന് പ്രത്യേകമായൊരു സുജൂദ് ചെയ്യുന്നു. അതൊരു സമ്മതമെടുക്കലാണ്. അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സമ്മതം നേരത്തെ കിട്ടിയാലും ഒരു സമ്മതമെടുക്കലില്ലേ? നിക്കാഹ് നിശ്ചയിച്ചത് ബാപ്പയും ഉമ്മയുമാണെങ്കിലും നിക്കാഹ് നടത്താൻ നോക്കുമ്പോ ബാപ്പയോടും ഉമ്മയോടും ഒരു സമ്മതമെടുക്കലില്ലേ? സമ്മതമില്ലാഞ്ഞിട്ടല്ല, അതൊരു അദബാണ്, ഗുരുത്തമാണ്. പടച്ച റബ്ബിനോടൊരു സമ്മതം വേറെ തന്നെ ചോദിക്കുന്നു. റബ്ബ് സമ്മതം ചോദിച്ചോ നബിയെ തരാം, റെക്കമെൻഡ് ചെയ്തോ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ നടക്കുന്നു. ആ ശുപാർശ കഴിഞ്ഞാൽ വിചാരണ നടക്കുന്നു. ആ വിചാരണ കഴിഞ്ഞ് ഒരു വിഭാഗം സ്വർഗത്തേക്കും ഒരു വിഭാഗം നരകത്തേക്കും പോകുന്നു. ആ പോക്കങ്ങ് കഴിഞ്ഞാലുള്ളൊരു സംഭവമാ പറയുന്നത്. അതേ തെറ്റുകൾ ചെയ്തു പോയ മുസ്ലിമീങ്ങളില്ലേ, മോമിനീങ്ങളില്ലേ, അവർ ഔലിയാക്കളെ സ്നേഹിച്ചവരാണ്, അമ്പിയാക്കളെ പ്രിയം വെച്ചവരാണ്, ആലിമീങ്ങളെ പ്രിയം വെച്ചവരാണ്, അവർ മുൻകാമികളായ മഹാന്മാരെ പിന്തുടർന്നവരാണ്. പുതിയതിലേക്കൊന്നും അവർ പോയിട്ടില്ല. അത്തരത്തിലുള്ള ആളുകളിൽ തെറ്റ് ചെയ്തു പോയ ചില ആളുകളുണ്ട്. അവരെ ദുർബല നിമിഷത്തിൽ ചില തെറ്റുകൾ വന്നുപോയി, ചില നല്ലതൊക്കെ വിട്ടുപോയി. അങ്ങനത്തെ ആളുകൾ അവരാ തെറ്റ് ചെയ്തതിന് തൗബ ചെയ്യാതെ മരിച്ചുപോയതിനാൽ അവരെ നരകത്തിൽ കടത്താൻ ഓർഡറുണ്ട്. അവര് നരകത്തിൽ കടക്കുകയാണ്. സഹോദരന്മാരെ, ആ നരകത്തിലെത്തിയിട്ടുള്ള ആളുകൾ നരകത്തിലിരിക്കുമ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ സ്വാലിഹീങ്ങളായ ആളുകളുണ്ടല്ലോ, മുഖർറബീങ്ങളുണ്ടല്ലോ, അടുത്തവരുണ്ടല്ലോ, ആ അടുത്ത ആളുകൾക്ക് പ്രത്യേകം ശുപാർശക്ക് അനുമതി കൊടുക്കുന്നുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടെ നരകത്തിൽ കടന്ന മുഅ്മിനീങ്ങൾ കുറെ ആളുകൾ ഉണ്ടാകുമോ, മാ മിൻകും ബിഅശദ്ദ മുനാസദതൻ ഫിൽ ഹഖ്ഖില്ലദീ ഖദ് തബയ്യന ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളായ ഔലിയാക്കളോട് അവരോട് പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോളൂ. അവരാ സമയത്ത് പറയുന്നു, സ്വർഗത്തിൽ റബ്ബേ ഞങ്ങൾ കടക്കൂല. നീ സ്വർഗത്ത് കടക്കാൻ പറഞ്ഞാൽ ഞങ്ങളിപ്പോ കടക്കൂല. എന്തേ കടക്കാത്തത്? ഞങ്ങളിപ്പോൾ കടക്കാത്തതിന്റെ കാരണം, റബ്ബേ ഞങ്ങളെ ചില സഹോദരന്മാരുണ്ട് നരകത്തില്, അവരെ നരകത്തുനിന്ന് കയറ്റാതെ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്കൊരവകാശം കിട്ടാനുണ്ടെങ്കിൽ തർക്കിച്ച് ചോദിച്ചു വാങ്ങുന്നില്ലേ? അതത്ര ഗൗരവമുണ്ടെന്ന് പറയാനില്ല. ആ രൂപത്തിലുള്ള തർക്കമാണ് ഔലിയാക്കൾ പടച്ച റബ്ബിനോട് തർക്കിക്കുന്നത്. സ്വർഗത്തിൽ ഞങ്ങൾ കടക്കൂല. കടക്കണോ? ഞങ്ങളുടെ സഹോദരന്മാര് കുറെ ആളുണ്ട് നരകത്തിൽ, അവരെ നരകത്തുനിന്ന് കയറ്റാതെ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല റബ്ബേ.
ഇത് പടച്ചവനെ പാഠം പഠിപ്പിക്കുമെന്ന അർത്ഥത്തിലല്ല, പടച്ചവനെ സ്നേഹിക്കുന്നു എന്ന നിലയ്ക്ക് ഞങ്ങളെ തള്ളൂല എന്ന അർത്ഥത്തിലാണ്. ഇതുപോലെ 2 or 3 വയസ്സുള്ള കുഞ്ഞ് ഉമ്മയോട് പറയാറില്ലേ, ഞാൻ കഞ്ഞി കുടിക്കൂല, കുടിക്കണമെങ്കിൽ എനിക്കൊരു ഐസ് മുട്ടായി വാങ്ങിത്തരണം. ഉമ്മാനെ പാഠം പഠിപ്പിക്കൂ എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഉമ്മ ഞാൻ കരയുന്നത് ഉമ്മാക്ക് ഇഷ്ടമല്ല, ഉമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം മുൻനിർത്തിയിട്ട് ഉമ്മാനോട് ചോദിക്കുകയാണ്, എനിക്ക് ഐസ് മുട്ടായി തരാതെ ഞാൻ കഞ്ഞി കുടിക്കൂല. അപ്പൊ ഉമ്മ ഈ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് കൊടുക്കുകയാണല്ലാതെ കുട്ടിയുടെ ഭീഷണി പേടിച്ചിട്ടല്ല, കുട്ടിയെ സ്നേഹിച്ചിട്ടാണ്. ഇതുപോലെ മലിക്കുൽ മുലൂക്കായ റബ്ബിനെ സ്നേഹിക്കുന്ന അടിമകൾ, ഔലിയാക്കൾ റബ്ബിങ്ങോട്ടും സ്നേഹിച്ചവരല്ലേ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ല ഇങ്ങോട്ട് സ്നേഹിക്കുമെന്ന് അല്ല പറഞ്ഞതല്ലേ. ആ സ്നേഹമുള്ള ഔലിയാക്കളാ വാശി പറയുന്നത്, സ്വർഗത്തിൽ കടക്കണോ, ഞങ്ങളെ കൂട്ടുകാരുണ്ട് നരകത്തിൽ, അവരെ കയറ്റാതെ സ്വർഗത്തിൽ കടക്കൂല. അല്ല അവരോട് പറയാണ്, നിങ്ങൾ നരകത്തിനടുക്കലേക്ക് പോയിക്കോളൂ. ഫഅഖ്രിജൂ മിനന്നാരി മൻ അറഫ്തും, നിങ്ങളെ പരിചയക്കാരെയൊക്കെ നിങ്ങൾ നരകത്തുനിന്ന് കേറ്റിക്കോളൂ. ബദർ മൗലിദ് ഓതിയവരെ ബദരീങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. റളിയല്ലാഹു അൻ ആഹിലി ബദരി റളിയല്ലാഹു അൻ ശുഹദാഇ. ബദരീങ്ങളെ പേരിൽ ഭക്ഷണം കൊടുത്തവരെ ബദരീങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പേര് റളിയല്ലാഹു എന്ന് പറഞ്ഞവരെ പരിചയമുണ്ടല്ലോ. നിങ്ങളെ പരിചയക്കാരെയൊക്കെ നിങ്ങൾ നരകത്തുനിന്ന് കയറ്റിക്കോളൂ. അവരവിടെ ചെല്ലുമ്പോഴേക്ക് നരകത്തിൽ കരിഞ്ഞുപോയ മുഖങ്ങൾ അല്ലാഹു തആല നേരെയാക്കി കൊടുത്തു. നീണ്ട ഹദീസാണ് സഹീഹുൽ ബുഖാരിയിൽ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുഖ്രിജൂന ഖൽഖൻ കസീറാ. അവർ പാദിച്ചത് എന്താണ്? കാനൂ യുസല്ലൂന മഅനാ, കാനൂ യസൂമൂന മഅനാ, കാനൂ യുസല്ലൂന മഅനാ. പഠിച്ചവരെ, അവരെ കൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് വെറുതെയല്ല. അവർ ഞങ്ങളെ കൂടെ നിസ്കരിച്ചവരാണ്, ഞങ്ങളെ കൂടെ നിസ്കരിച്ചവരാണ്, ഞങ്ങളെ കൂടെ നോമ്പെടുത്തവരാണ്. നിസ്കാരത്തിലാണ് ജമാഅത്താണെന്ന് വെക്കാം, നോമ്പിനെന്ത് ജമാഅത്താ? സഹോദര, അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ കൂടെ കൂടി നിസ്കരിച്ചവരാണ്. ഞങ്ങൾ നിസ്കരിച്ച പോലെ നിസ്കാരമാ അവർ നിസ്കരിച്ചത്. അവർ മേലോട്ട് കയറ്റിവെക്കുന്നവരല്ല, അതേ ബാങ്ക് കുറച്ചവരല്ല, കുത്തുബന്റെ ഭാഷ മാറ്റിയവരല്ല. ഞങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചവരാണ്. ഞങ്ങൾ നോമ്പെടുത്തത് മാസം കാണുന്നതിനനുസരിച്ചാണ്, കണക്ക് നോക്കിയിട്ടല്ല. അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചതുപോലെ ഞങ്ങളെ കൂടെ നിസ്കരിച്ചവര്, ഞങ്ങളെ കൂടെ നോമ്പെടുത്തവര്, ഞങ്ങളുടെ ആശയം അംഗീകരിച്ചവര്, റബ്ബേ അവരെ നരകത്തുനിന്ന് കയറ്റാതെ. അവരൊരു പക്ഷേ തെറ്റ് വന്നു പോയിട്ടുണ്ടാകാം, തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടാകാം, ദുർബല നിമിഷത്തിൽ അബദ്ധം വന്നിട്ടുണ്ടാകാം. അവർ നരകത്തിൽ കിടക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറയുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, പരിചയമുള്ളവരെ പോയി കേറ്റിക്കോളൂ. ഫയഖ്രിദൂന ഖൽഖൻ കസീറാ. ഒരുപാട് ആളുകളെ ഔലിയാക്കളതാ നരകത്തിൽ കയറ്റിപ്പോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ കയറ്റിയതിനു ശേഷം അല്ലാഹുവിനോട് അവർ പറയുന്ന, റബ്ബേ ഞങ്ങൾ ഒരൊറ്റ മനുഷ്യനെയും പരിചയമുള്ളവരെ നരകത്തിൽ വിട്ടിട്ടില്ല. അല്ലാഹു പറയുന്ന, ഒന്നും കൂടി പോയിക്കോളൂ നിങ്ങൾ നരകത്തിനെടുക്കല്. എന്നിട്ടോ അതാ ഒരു ദീനാർ, ഒരു സ്വർണ്ണ നാണയത്തിന്റെ അത്ര ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നരകത്തുനിന്ന് കയറ്റിക്കോളൂ. വീണ്ടും അവർ പോയി ഒരു സ്വർണ്ണ നാണയത്തിന്റെ അത്ര അമൽ ചെയ്തവരെ കയറ്റി വീണ്ടും വന്നു. അല്ലാഹു പറയുന്നു, ഒന്നുകൂടി പൊയ്ക്കോളൂ. അരദിർഹമിന്റെയോ അരദീനാറിന്റെയോ കതിർ ഗുണം ചെയ്തവരെ കയറ്റിക്കോളൂ. അവരെയും കയറ്റി. അങ്ങനെ അവസാനം അല്ലാഹു പറയുന്നു, ഒരടുമണി തൂക്കം നന്മ ചെയ്തവരുണ്ടോ നിങ്ങൾ നരകത്തുനിന്ന് കയറ്റിക്കോളൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔലിയാക്കളുടെ ശഫാഅത്തിനെ കുറിച്ച് പറയുന്നു, ഫയുഖ്രിജൂന ഖൽഖൻ കസീറാ. ധാരാളം ആളുകളെ നരകത്തുനിന്ന് അവർ പിന്നെയും ഔലിയാക്കൾ, സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾ നരകത്തുനിന്ന് കയറ്റിപ്പോയി. പിന്നെ അവർ വന്ന് പറയാണ്, റബ്ബേ ഒരടുമണി തൂക്കം ഖൈറ് ചെയ്ത ഓരോറ്റ മനുഷ്യരും ഇനി നരകത്തിൽ ബാക്കിയില്ല. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ശഫാഅത്തുൽ മലായികത്തു വന്നബിയ്യൂന വൽ മുഅ്മിനൂൻ. മലക്കുകളെ ശുപാർശ കഴിഞ്ഞു, അമ്പിയാക്കളെ ശുപാർശ കഴിഞ്ഞു, സത്യവിശ്വാസികളായ മഹാന്മാരെ റഹ്മത്ത് കഴിഞ്ഞു. ഫലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. ഇനി
ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നവരായി ഒരൗലിയാക്കളും ബാക്കിയില്ല, നബിമാരുമില്ല, മലക്കുകളുമില്ല. എല്ലാവരും അവരെ കാരുണ്യം കാണിച്ചു പോയി. അവരൊക്കെയും ആളുകളെ നരകത്തുനിന്ന് കയറ്റിപ്പോയി. ഇനിയുള്ള ധാരാളം ഈ ഔലിയാക്കളെ മനസ്സിലും അമ്പിയാക്കളെ മനസ്സിലും മലക്കുകളെ മനസ്സിലുമൊക്കെ ഈ കാരുണ്യം കൊടുത്ത ഒരു രാജാവില്ലേ, അർഹമുർ റഹീമീനല്ലേ. അങ്ങനെ എല്ലാ കാരുണ്യം ചെയ്യുന്നവരെക്കാളും കാരുണ്യം ചെയ്യുന്ന രാജാവ്, ആ രാജാവല്ലാതെ എനിക്ക് കാരുണ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. അല്ലാഹുവിന്റെ ഓർഡർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് അംഗീകരിച്ച് ഈമാനിന്റെ വെളിച്ചത്തോടെ മരിച്ചവര് ഒരകമത്തൂക്കം ഖൈറുമില്ലെങ്കിലും ഈമാനോട് മരിച്ചവരുണ്ടല്ലോ, അവരെ എല്ലാം നരകത്തുനിന്ന് കയറ്റുക തന്നെ. പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ